നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിനുള്ള വിഹിതം ഖുർആനും സുന്നത്തും പഠിപ്പിച്ചപ്പോ ബനൂ ഹാശിമുകാർക്ക് കൊടുക്കുന്ന അതേ വിഹിതം പോലെ ബനൂ മുത്തലിബുകാർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വകവെച്ചു കൊടുക്കുകയുണ്ടായി. ആ സമയത്ത് അബ്ദുശംസിന്റെയും നൗഫലിന്റെയും കുടുംബത്തിൽപ്പെട്ട മോമിനീങ്ങളായ ആളുകൾ, മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അബ്ദുശംസിന്റെ പരമ്പരയിൽപ്പെടുന്ന ആളാണ്. അവരുൾപ്പെടെയുള്ള മഹത്തുക്കൾ വന്നിട്ട് പറഞ്ഞു, ഹബീബായ നബിയെ, ബനൂ ഹാഷിം ഗോത്രക്കാരെ ഞങ്ങൾ അംഗീകരിക്കുന്നു, കാരണം അത് തങ്ങളുടെ സ്വന്തം കുടുംബമാണ്. അവർക്ക് കൊടുക്കുന്നതിലും അവർക്ക് പ്രത്യേകം നൽകുന്നതിലും ഞങ്ങൾക്ക് യാതൊരു പരാതിയുമില്ല. എന്നാൽ മുത്തലിബിന്റെ കുടുംബത്തിന് എങ്ങനെയാണ് ഈ ഹാഷിം കുടുംബത്തിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നത്? ഉപ്പാപ്പമാരെ കണക്ക് നോക്കിയിട്ടാണെങ്കിൽ അബ്ദു മനാഫിന്റെ മക്കൾ എന്നുള്ള ആൾക്ക് ഞങ്ങളെ ബനു അബ്ദു ഷംസും ബനു നൗഫലും ഒക്കെ ബനു മുത്തലിബിനെ പോലെ തങ്ങളുമായിട്ട് ബന്ധമുള്ളവരാണ്. അപ്പം ആ അവകാശമാണെങ്കിൽ ഞങ്ങൾക്കും കൂടി കിട്ടണം. അല്ലെങ്കിലോ ബനു ഹാഷിമിന് മാത്രം അവകാശപ്പെട്ടതാണല്ലോ, പിന്നെ എങ്ങനെയാണ് ബനു മുത്തലിബിന് ലഭിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഹ്നു വബനുൽ മുത്തലിബി ശൈഉൻ വാഹിദുൻ ഫീ ഇസ്ലാമി വഫീ ജാഹിലിയ്യ. പഴയ കാലത്തും ഇസ്ലാമിൽ വന്നപ്പോഴും ബനു ഹാഷിമിന്റെ കൂടെ ഒറ്റക്കെട്ടാണ് ബനു മുത്തലിബ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രത്യേകം വകവെച്ചു കൊടുത്ത പദവിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആല് എന്ന് പറയുന്ന പട്ടികയിൽ ബനു ഹാഷിമിന്റെ കൂടെ ബനു മുത്തലിബും ഉൾപ്പെടും. അപ്പൊ അതാണ് ബനു ഹാഷിം, ബനു മുത്തലിബ് എന്നീ രണ്ട് ഗോത്രങ്ങളിൽപ്പെട്ട മോമിനുകളായ മുഴുവൻ ആളുകളും ആലു നബി ആണ് എന്ന് പറയാൻ കാരണം. ഇനി വക്കീല ഒരഭിപ്രായമുണ്ട് ഉലമാവിന്റെ ഇടയിൽ. എന്താണ്? ഹും, ഈ ആല് എന്ന് പറഞ്ഞാൽ, ആലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അവര് കുല്ലു മുഅ്മിനിൻ, എല്ലാ മുഅ്മിനീങ്ങളും ആല് എന്ന് പറഞ്ഞതിൽ പെടും. അപ്പൊ അതിനർത്ഥം എന്തായി? ആദർശ ബന്ധുക്കൾ എന്നർത്ഥമായി. മറ്റേ കുടുംബ ബന്ധുക്കൾ. അപ്പൊ ബന്ധു എന്ന അർത്ഥമാണ് യഥാർത്ഥത്തിൽ ആലിനുള്ളത്. ഈ ബന്ധു എന്ന അർത്ഥം ആദർശപരമായ ബന്ധമുള്ളവനാണെങ്കിൽ എല്ലാ മോമിനീങ്ങളും, അതല്ല കുടുംബപരമായ ബന്ധമാണെങ്കിൽ ബനു ഹാഷിമും ബനു മുത്തലിബും. പക്ഷെ ഇവിടെ ആലി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദർശ ബന്ധമാകും എന്ന് പറഞ്ഞാൽ എവിടെ ആലി എന്ന് പറഞ്ഞാലും മോമിനീങ്ങളൊക്കെയാണ് എന്ന അർത്ഥത്തിനല്ല, മറിച്ച് ഐ ഫീ മഖാമി ദുആഇ, അഥവാ ദുആഇന്റെ സ്ഥാനത്ത് ആലി നബി എന്ന് പറഞ്ഞാൽ, ഉദാഹരണം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് എന്ന് ദുആ ചെയ്താൽ അവിടെ ആലി മുഹമ്മദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ മുഅ്മിനീങ്ങളും ആണ്. എല്ലാ മുഅ്മിനീങ്ങളും എന്ന് പറഞ്ഞാൽ അതിൽ സ്വാലിഹീങ്ങളും പെട്ട് സ്വാലിഹല്ലാത്തവരും പെട്ട് ഒക്കെ പെട്ട് മുഅ്മിനാവണം എന്ന് മാത്രം. അപ്പൊ എന്നാ ഒരു ഹദീസ് ഉണ്ടല്ലോ, ആലു മുഹമ്മദും കുല്ലു തഖിയിൽ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആല് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന മുത്തഖീങ്ങളായ എല്ലാ ആളുകളുമാണ്. അപ്പൊ ശിർക്കിനെ കാത്തോര് എന്നതിന് അർത്ഥം വരുള്ളൂ, അല്ലാതെ കാമിലായ തഖ്വ എന്ന അർത്ഥത്തിനല്ല, അസ്ലിയായ തഖ്വ അഥവാ ഈമാൻ എന്ന് പറയുന്ന അസ്ലിയായ തഖ്വ ഉള്ളവര്. വനഹ്വിഹി, ദുആഇന്റെ സന്ദർഭം അതുപോലുള്ളത് എന്ന് പറഞ്ഞാൽ സന്ദർഭത്തിൽ നിന്ന് കരീനത്ത് അഥവാ പ്രത്യേകമായ സൂചന കൊണ്ട് 3 തരമുണ്ട്. അതായത് ചില സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം മാത്രം എന്നർത്ഥം കിട്ടുന്ന പ്രയോഗങ്ങളുണ്ട്. അവിടെ എല്ലാ മോമിനൊന്നും ആരും ഉദ്ദേശിക്കൂല. ചില സ്ഥലത്ത് വ്യക്തമായി തന്നെ മോമിനീങ്ങളായ മുഴുവൻ ആളുകളും എന്നർത്ഥം കൊടുക്കുന്നുണ്ട്. അവിടെ ബനു ഹാഷിം ബനു മുത്തലിബ് മാത്രമല്ല എല്ലാവരും പെട്ടു എന്നുള്ളതിലും തർക്കമില്ല. പിന്നെ തർക്കം ഇവിടെ കീഴിലേക്ക് വരാൻ കാരണം നബി കുടുംബം എന്ന പ്രത്യേക സന്ദർഭത്തിലും അല്ല, എല്ലാ മോമിനങ്ങളും എന്ന് വ്യക്തമായ കരീനത്തും ഇല്ലാത്ത സ്ഥലത്ത്, അങ്ങനെ ഒരു സ്ഥലത്ത് ആര് എന്ന് ഉപയോഗിച്ചാൽ അത് നബി കുടുംബം തന്നെയാണ്. അല്ല, കീല പറയുന്നത് മുഅ്മിനാണ്, എല്ലാ മോമിനും പെടും, അത് സ്വാലിഹും പെട്ട് അല്ലാത്തവരും പെട്ട്. വഖീറ, ഈ ദുആഇന്റെ സന്ദർഭങ്ങളിൽ ആല് എന്ന് പറഞ്ഞാൽ എല്ലാ മോമിനുകളുമാണ് എന്ന അഭിപ്രായത്തെ മുഖ്താറാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ചില ഇമാമിയങ്ങൾ ആ അഭിപ്രായത്തിന് മുൻഗണന കൊടുത്തിട്ടുണ്ട്. അത് ഷാഫി മദ്ഹബിന്റെ ഉസൂൽ അനുസരിച്ചല്ല, അതുകൊണ്ടാണ് മുഖ്താർ എന്ന് പറഞ്ഞത്, മുഅ്തമദല്ല.
ലിഖബരിൻ വഈഫിൻ, പരമ്പര അല്പം ബലഹീനതയുള്ള ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അഭിപ്രായത്തെ മുഖ്താറാക്കപ്പെട്ടത്. ഫീഹി, ഈ ആശയത്തിൽ, ആശയത്തിൽ എല്ലാ മുഅ്മിനുകളുമാണ് എന്ന് ആശയം കൊടുക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് വെച്ച് മുഖ്താറാക്കപ്പെട്ട അഭിപ്രായമായി ഈ എല്ലാ മുഅ്മിനും എന്ന്. എന്താ ആ ഹദീസാണ്? ആലു മുഹമ്മദിൻ കുല്ലു തഖീൻ എന്ന് പറയുന്ന ഹദീസ്. ആ ഹദീസിന്റെ പരമ്പരക്ക് അല്പം ബലഹീനതയുണ്ട്. എന്നാൽ വജസമ ബിഹി, ഈ ഖൗലിനെ ജസ്മ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ദുആഇന്റെ സ്ഥാനത്ത് ആല് എന്ന് പറഞ്ഞാൽ എല്ലാ മുഅ്മിനുമാണ് എന്ന അഭിപ്രായത്തെ ജസ്മ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഫി ശറഹി മുസ്ലിമിൻ, തന്റെ ശറഹി മുസ്ലിമിൽ ആല് എന്ന് ദുആഇന്റെ മഖാമിൽ പറഞ്ഞാൽ മുഅ്മിനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആട്ടെ, കൂടുതൽ വിശദീകരണത്തിലേക്ക് ഇപ്പൊ കടന്നു വരുന്നില്ല. അതൊക്കെ ഉസ്താദന്മാരൊറ്റയ്ക്ക് മാത്രം ഇരുന്നു കൊണ്ട് നടക്കുന്ന ദർസുകളിൽ കൂടുതൽ ആഴത്തിലുള്ള ചർച്ചകൾക്കൊക്കെ പ്രസക്തിയുള്ളൂ. ഇത് സാധാരണക്കാരനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്ര നടത്തുന്ന പൊതു ദർസായതുകൊണ്ട് ഈ വിഷയകമായുള്ള വിവരണം അത്രേ ആവശ്യമുള്ളൂ. രണ്ടാമത് സ്വഹ്ബിഹി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹും, അവരുടെ മേലും അല്ലാഹുവിന്റെ സ്വലാത്ത് സദാ വർഷിക്കുമാറാകട്ടെ. എന്താണ് സ്വഹ്ബ് എന്ന് പറഞ്ഞാൽ? വഹുവ, ഈ സ്വഹ്ബ് എന്നത് ഇസ്മു ജമ്മിൻ, ഇസ്മു ജമ്മാണ് എന്ന് പറഞ്ഞാൽ സ്വഹ്ബ് എന്നത് യഥാർത്ഥത്തിൽ ബഹുവചനമല്ല, ഏകവചനമാണ്. പക്ഷേ ഏകവചനമാണെങ്കിലും ജമ്മിന്റെ മാനക്കുള്ള ലഫ്വാണ്. നിസാ മർഅത്തിന്റെ ഇസ്മുജമാണ് എന്ന് പറയും പോലെ, മർഅത്ത് എന്ന് പറഞ്ഞ സ്ത്രീ, അതിന്റെ ബഹുവചനായിട്ട് പറയുക നിസാ എന്ന. അതിപ്പോ മർഅത്തിന്റെ ജമ്മല്ലല്ലോ. എന്നതുപോലെ സ്വഹ്ബ് എന്നത് യഥാർത്ഥത്തിൽ സ്വഹാബാക്കൾ എന്ന അർത്ഥം വരുന്ന ഏകവചനമാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഫായില് എന്ന വസനില് സാധാരണ ഫായില് ജമ്മ് വരാറില്ല. സ്വാഹിബ് എന്ന അർത്ഥത്തിന് ഉള്ള ഏകവചനത്തിന് സ്വഹ്ബ് എന്ന് അഥവാ ഫായില് വസനിന് ജമ്മ് ഫായില് വസന് വരാറില്ല. ഇവിടെ സ്വഹ്ബ് എന്ന് പറഞ്ഞാൽ ഫായില് വസനാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അത് യഥാർത്ഥ ജമ്മല്ല, ഇസ്മു ജമ്മാണ് എന്ന് പറയാൻ കാരണം. ബിമാന സ്വഹാബി, സ്വാഹിബ് എന്ന് സാധാരണ പറയുക ചങ്ങാതി, കൂട്ടുകാരൻ എന്ന് അറബി ഭാഷ. ഒരല്പം ഒരു മണിക്കൂറോ ഒരു ദിവസമോ ഒരാളുമായി സഹകരിച്ചത് കൊണ്ട് സ്വാഹിബ് എന്ന് പറയില്ല. ഒരു മനുഷ്യനുമായി ദീർഘകാലം സ്നേഹബന്ധത്തിലും സഹവാസത്തിലും സഹകരണത്തിലും മുന്നോട്ട് പോകുമ്പോഴാണ് അറബി ഭാഷ പ്രകാരം ഒരാൾ സ്വാഹിബ് എന്ന് പറയാം. ഖുർആനിൽ തന്നെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു തങ്ങളെ സംബന്ധിച്ച് ഇൽ യഖൂലു ലി സ്വാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ കുട്ടിക്കാലം മുതൽക്ക് വഫാത്ത് വരെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തന്റെ സഹചര്യായ കൂട്ടുകാരനാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അപ്പൊ സ്വാഹിബ് എന്ന് പറയണമെങ്കിൽ ദീർഘകാലം പരസ്പരം സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ഒരുമിച്ച് കൂടുമ്പോഴേ സ്വാഹിബ് എന്ന് പറയും. പക്ഷേ ഇവിടെ നമ്മൾ സ്വാഹിബ് പറഞ്ഞാൽ അങ്ങനെയല്ല. ബിമാന സ്വഹാബി, സ്വാഹിബ് എന്നതിന് സ്വഹാബി എന്നർത്ഥം കൊടുക്കുക. സ്വഹാബി എന്ന് പറഞ്ഞ ഒരു സാങ്കേതിക വാക്കാം, ശർഈയായ ഒരു സാങ്കേതിക വാക്കാം. സ്വാഹിബ് എന്ന് പറയുന്നത് അറബി ഭാഷാപരമായി ദീർഘകാലം സ്നേഹബന്ധത്തിൽ കഴിഞ്ഞുകൂടിയ സ്നേഹിതന്മാർക്കുമാണ്. അതാണ് സ്വഹാബിന്റെ മാനക്കുള്ള സ്വാഹിബ്. ആ സ്വാഹിബിന്റെ ഇസ്മുജമാണ് സ്വാഹിബ്. അതാരാണ് ഈ സ്വഹാബി എന്ന് പറഞ്ഞാൽ? അതിന് നിങ്ങൾ പറഞ്ഞേക്ക് ദീർഘകാലം സ്നേഹബന്ധത്തിലോ സൗഹാർദ്ദത്തിലോ ജീവിച്ചത് കൊണ്ട് ഒരാൾ സഹാബിയാവൂല. അതോടുകൂടി നേരിൽ കാണുക പോലും ചെയ്യാതെ നിശ്ചിത നിബന്ധന അനുസരിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരുമിച്ച് കൂടുമ്പോഴാണ് സ്വഹാബി ആവുന്നത്. ഈ സ്വഹാബി എന്ന് പറയുന്നത് മൻ, ഒരാളാണ്. അത് ആണോ ആവാം പെണ്ണാമോ ഒക്കെ ആവാം, ഒരാൾ. എങ്ങനത്തെ ആളാണ്? ഇജ്തമാ, അദ്ദേഹം ഒരുമിച്ചുകൂടി
ഒരുമിച്ച് കൂടി എന്ന് പറയാൻ കണ്ടാലും വേണ്ടിയില്ല, കണ്ടിട്ടില്ലെങ്കിലും വേണ്ടിയില്ല. അത് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇജ്തമായ എന്ന് പറഞ്ഞത്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കണ്ടവര് എന്ന് പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മക്തൂം റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഉൾപ്പെടെയുള്ള കണ്ണിന് കാഴ്ചയില്ലാത്ത സഹാബാ കിറാമുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ സഹാബികളാണ്. അപ്പൊ അവർ കാണുക പറയാൻ പറ്റൂലല്ലോ. അപ്പൊ അവിടെ ഇജ്തമായ ഒരുമിച്ച് കൂടി. എങ്ങനെ ഒരുമിച്ച് കൂടണം? മുഅ്മിനൻ, മുഅ്മിനായ നിലക്ക് ഒരുമിച്ച് കൂടണം എന്ന് പറഞ്ഞാൽ കാഫിറായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിനു ശേഷം അദ്ദേഹം മുസ്ലിമായി ഒരാൾ, അങ്ങനെ ഒരാൾ മുസ്ലിമായി ഒട്ടിക്കൊള്ളി, എന്നിട്ട് മുസ്ലിമായി ജീവിച്ച് മരിക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് സ്വഹാബി എന്ന് പറയില്ല. ഇനി മുസ്ലിമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം കൂടി പിന്നീട് മുഅ്മിൻ അല്ലാതെ മരണപ്പെട്ടുപോയി, എന്നാലും സ്വഹാബി എന്ന് പറയില്ല. അപ്പോ മുഅ്മിനായ നിലക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഇജ്തിമാഅ് ചെയ്യണം. എങ്ങനത്തെ ഉർഫിയാ ഇജ്തിമാഅ്? ഇജ്തിമാഅ് എന്ന് പറയുമ്പോ ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്തോ അവിടുത്തെ ഇഹലോകവാസം വെടിഞ്ഞതിന് ശേഷമോ സ്വപ്നത്തിൽ കണ്ടു, നന്നായി കണ്ടു, വ്യക്തമായി കണ്ടു, സംസാരിച്ചൊക്കെ ചെയ്തു. എന്നിട്ട് അദ്ദേഹം മോമിനായി തന്നെ ജീവിച്ച് മരിക്കുകയും ചെയ്തു. എന്നാലും ആൾക്ക് സഹാബി എന്ന് പറയില്ല. കാരണം എന്താണ്? ഇജ്തിമാഅ് ഉർഫിയ ഇല്ല അവിടെ. ഇജ്തിമാഅ് ഉർഫിയ എന്ന് പറഞ്ഞാൽ ബാഹ്യലോകത്ത് സാധാരണഗതിയിലുള്ള ഒരുമിച്ച് കൂടൽ വേണം. ആത്മീയ ലോകത്തോ അല്ലെങ്കിൽ സ്വപ്ന ലോകത്തോ ഒരുമിച്ച് കൂടിയത് കൊണ്ട് സ്വഹാബി എന്ന പദവി ലഭിക്കുന്നതല്ല. അപ്പോ മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി, മറ്റൊരു വിഭാഗത്തിൽ ഫസയറാനി, എന്നെ ഒരാള് സ്വപ്നത്തിൽ കണ്ടാൽ തീർച്ചയായും പിന്നീട് അവൻ എന്നെ കാണുക തന്നെ ചെയ്യും എന്നും, മൻ റആനി ഫിൽ മനാമി കമൻ യറാനി റആനി ഫിൽ യഖ്ള, എന്നെ ഉറക്കത്തിൽ കണ്ടാൽ ഉണർച്ചയിൽ കണ്ടതുപോലെയാണ് എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ജീവിതകാലത്തും ഉണർച്ചയിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഒരുമിച്ച് കൂടിയാൽ സഹാബിയാവും. എന്നാൽ ഒരാൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് തന്നെയോ അല്ലെങ്കിൽ അവിടുത്തെ ഇഹലോകവാസം വെടിഞ്ഞതിന് ശേഷമോ സ്വപ്നത്തിൽ വ്യക്തമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയും ഒരുമിച്ച് കൂടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്താലും സഹാബിയാവില്ല. കാരണം എന്താ? ഇജ്തിമാഅ് ഉർഫിയ അല്ല. അപ്പൊ മൻ ഇജ്തിമാഅ ഇജ്തിമാഅ് ഉർഫിയായ നിലക്ക് ഒരുമിച്ച് കൂടണം. വലു അമ, അത് കണ്ണ് കാണാത്ത ആളായാലും വേണ്ടില്ല. ഇജ്തിമാഅ് ഉർഫി സാധാരണഗതിയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി മുഅ്മിനായ നിലയിൽ ഒരുമിച്ച് കൂടുകയും മുഅ്മിനായ നിലയിൽ തന്നെ ഇഹലോകവാസം വെടിയുകയും കൂടി വേണം. അത് അവരും അമ്മ കണ്ടോളണമെന്നില്ല, കണ്ണിന് കാഴ്ചയില്ലാത്ത ആളായാലും മതി, ഒരുമിച്ച് കൂടണം. വകതിരി വെത്താത്ത ചെറിയ പൈതൽ കുട്ടിയാണ്, എന്നാലും വിരോധമില്ല. ഉദാഹരണം പറഞ്ഞാല് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചെറിയ മകൻ മുഹമ്മദ് റളിയല്ലാഹു തആല അൻഹു, മഹാനവർകൾ ജനിക്കുന്നത് ഹജ്ജത്തുൽ വദാഇന് പുറപ്പെട്ട് ദുൽഹുലൈഫയിൽ എത്തി വിശ്രമിക്കുന്ന സമയത്താണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പത്നി മുഹമ്മദ് ബിൻ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുമ മഹാനവർകളെ പ്രസവിക്കുന്നത്. മഹാനായ മുഹമ്മദ് റളിയല്ലാഹു തആല അൻഹു ഹജ്ജ് യാത്രയിൽ ജനിച്ചെങ്കിൽ ആ കൊല്ലത്തെ റബീഉൽ അവ്വലിൽ തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഹലോകവാസം വെടിഞ്ഞല്ലോ. അപ്പോ കുഞ്ഞു പൈതലായ 6 മാസം പോലും തികയുന്നതിന് മുമ്പ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹലോകവാസം വെടിഞ്ഞെങ്കിലും മഹാനായ മുഹമ്മദ് ബിൻ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ സഹാബാക്കളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നു. ഇങ്ങനെ വേറെയും ധാരാളം ആളുകളുണ്ട്. അപ്പോ സഹാബിയാവണമെങ്കിൽ കണ്ണ് കണ്ടോളണമെന്നില്ല, വകതിരി വെത്തിക്കൊള്ളണമെന്നില്ല, അതൊന്നും വേണമെന്നില്ല. മോമിനായ നിലക്ക് ഒരുമിച്ച് കൂടുകയും സൗഫിയായ ഒരുമിച്ച് കൂടുകയും മോമിനായി ജീവിച്ച് മരിക്കുകയും ചെയ്യണം. എന്നാൽ അവരൊക്കെ സ്വഹാബിയാണ്. അവിടെ ദീർഘകാലം നിന്നുള്ള സഹവാസമോ ഹദീസ് റിവായത്ത് ചെയ്യുക ഒന്നുമില്ല. അതേസമയത്ത് ഭാഷാർത്ഥത്തിൽ സാഹിബ് എന്ന് പറയുകയാണെങ്കിൽ ദീർഘകാലം സഹവസിക്കുകയും ഒരുമിച്ച് കൂടുകയും ഒക്കെ വേണം. അപ്പൊ ആ അർത്ഥത്തിനല്ല സ്വഹാബി എന്ന അർത്ഥത്തിനാണ് എന്ന് പറയാൻ കാരണം. അപ്പൊ ആലിഹി വസ്വഹ്ബിഹി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരണീയരായ ആലിന്റെ പേരിലും മഹത്തുക്കളായ സ്വഹാബ കിറാമിന്റെ പേരിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ
സ്വലാത്തും സലാമും സദാ വർഷിച്ചു കൊണ്ടിരിക്കുമാറാകട്ടെ. എങ്ങനെയുള്ള ആലും സ്വഹബും അൽ ഫായിസീൻ വിജയികളായ, വിജയം നേടിയവരായ ആലും വസ്ഹാബും. എന്തുകൊണ്ട് വിജയം നേടി? ബിരിദല്ലാഹി തആല, അത്യുന്നതനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ റിദ്വാൻ കൊണ്ട് സൗഭാഗ്യവാന്മാരായവരാണ് അഹ്ലുൽ ബൈത്ത്. ഇന്നമാ യുരീദുല്ലാഹു അൻ യുദ്ഹിബ അൻകും വജ്ജസ വയുതഹിറക്കും തത്ഹീറ എന്ന് അഹ്ലുൽ ബൈത്തിനെ സംബന്ധിച്ച് ഖുർആൻ ശരീഫ് തന്നെ സംസാരിക്കുന്നു. സ്വഹാബ കിറാമുകളെ സംബന്ധിച്ചാണെങ്കിലോ സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാരി വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ ഖുർആൻ കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സ്വഹാബ കിറാമുകളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആലും അല്ലാഹുവിന്റെ തൃപ്തിക്കും മഹത്തായ പദവിയും പ്രതിഫലവും സ്ഥാനവും നൽകപ്പെട്ടവരാണ് എന്ന് അറിയപ്പെട്ട ആ ആല് സ്വഹബിന്റെ പേരിലും സ്വലാത്തും സലാമും സദാ വർഷിക്കുമാറാകട്ടെ. ഈ അൽഫായിസീന ബിറിളല്ലാഹി എന്ന് പറയുന്ന ഈ ജുംല സിഫത്തുൽ ലിമൻ ദുക്കിറ, ഈ ആലിന്റെയും സ്വഹബിന്റെയും സിഫത്താണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇതിനെ പറയും വേണ്ട, ഒന്നിച്ച്. അപ്പൊ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹ്. റിദ്വാനും മിനല്ലാഹി അക്ബറു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അള്ളാഹുവിന്റെ റിള എന്ന് പറഞ്ഞാൽ കുറഞ്ഞ റിദ്വാനും മിനല്ലാഹ്, തൻവീന് തഖ്ലീലിന്റെ അതാണ്, ചെറിയ വളരെ കുറഞ്ഞൊരു റിദ്വാന് തന്നെ അള്ളാഹുവിൽ നിന്നുള്ളതാവുമ്പോൾ അത് അതിമഹത്തായതാണെന്ന്. എന്നാൽ അള്ളാഹുവിന്റെ മഹത്തായ റിള ലഭിച്ച ആലും അസ്ഹാബും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതും പറയേണ്ട ആവശ്യമില്ല. വബഅദ്, ബിസ്മി, ഹംദ്, സ്വലാത്ത്, സലാം എന്നിങ്ങനെയുള്ള പ്രാരംഭ മുറകൾക്ക് ശേഷം സാധാരണ ഷഹാദത്ത് കൂടി ഉണ്ടാവാറുണ്ട്. അത് ചൊല്ലിയിരിക്കും എഴുതിയിട്ടില്ലെങ്കിലും. ഐ ബാദമാ തഖദ്ദമ, മേൽ പറയപ്പെട്ട കാര്യങ്ങൾക്ക് ശേഷം. എന്താണ് മേൽ പറയപ്പെട്ട? മിനൽ ബസ്മലത്തി, ബസ്മലത്ത് ആണ് ബിസ്മി ചൊല്ലുന്നതിന് ബസ്മലത്ത് എന്ന് പറയും. ബസ്മല ബസ്മല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക, ചൊല്ലീൻ. ഹംദലത്ത് അൽഹംദുലില്ലാഹി എന്ന് തുടങ്ങുന്നത് ഹംദലത്ത്. വസ്സലാത്തി വസ്സലാമി അലാ മൻ ദുക്കിറ, മേൽ പറയപ്പെട്ട ബിസ്മി, ഹംദ്, സ്വലാത്ത്, സലാമ്, മേൽ പറയപ്പെട്ടവരുടെ മേലുള്ള സ്വലാത്ത് സലാമുകൾക്കൊക്കെ ശേഷം ഫഹാദാ, ഇത് എന്ന് പറയുമ്പം സാധാരണ ഹാദ മുതൽക്ക് തുടങ്ങുന്ന നഹ്വിൽ പറയുന്ന ഇസ്മുൽ ഇഷാറ, ഇസ്മുൽ ഇഷാറകളൊക്കെ യഥാർത്ഥത്തിൽ ബാഹ്യമായി പ്രത്യക്ഷത്തിൽ ഉള്ള വസ്തുവിലേക്ക് ചൂണ്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അപ്പൊ സാധാരണ ഇത് എന്ന് പറയുമ്പം കൈ ചൂണ്ടി കാണിച്ചു തരാൻ പറ്റുന്ന ഒരു വസ്തു വേണം. ഹഖീഖത്തിൽ ഇവിടെ മജാസാണ്, അലങ്കാരികമാണ് പ്രയോഗം എന്നർത്ഥം. ഐ ബാദ ഹാദ എന്ന് പറയാൻ അൽ മുഅല്ലഫു, ഈ ഒരുമിച്ച് കൂട്ടപ്പെട്ട രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം. എവിടെ രചിക്കപ്പെട്ട ഗ്രന്ഥം? ദുന്യാവില് ഖാരിജ് പ്രത്യക്ഷത്തിൽ വന്നോ? ഇല്ല. അൽ ഹാദിറു ദിഹ്നൻ, മഹാനായ ഇമാം അവരുടെ ഹൃദയത്തിൽ സന്നിഹിതമായി ഒരുമിച്ച് കൂട്ടപ്പെട്ട ഈ ഹൃദയം. അപ്പൊ എന്താ പിന്നെ മജാസ് ആണെങ്കിൽ എന്ത് വേണം? ഒരു ബന്ധം വേണ്ടേ? ബന്ധം തന്നെ. ഹൃദയത്തിൽ ഉള്ള ആദ്യാവസാനം വരെ താൻ ക്രോഡീകരിക്കാൻ പോകുന്ന, രചിക്കാൻ പോകുന്ന ഗ്രന്ഥത്തെ സംബന്ധിച്ചുള്ള ഒരു പൂർണ്ണമായ ചിത്രം തന്റെ മനസ്സിൽ കൊണ്ടുവന്ന് അത് ഹൃദയത്തിൽ സ്ഥാപിച്ചിട്ട് പ്രത്യക്ഷത്തിലുള്ള ഒരു വസ്തുവിലേക്ക് ചൂണ്ടുന്നത് പോലെ ചൂണ്ടിപ്പറയാൻ അത് മുഹഖഖാണ് എന്നതിലേക്കുള്ള ഒരു തഫാവുൽ, സൂചന കൂടി അതിലുണ്ട്. മുഖ്തസറുൻ, ഹാദ എന്ന് പറഞ്ഞാൽ ഈ രചിക്കാൻ പോകുന്ന, ഞാൻ എന്റെ മനസ്സിൽ ഹജറാക്കിയ ഈ മഹത്തായ ഗ്രന്ഥം മുഖ്തസറുൻ, ഒരു രത്ന ചുരുക്കമാണ് എന്ന് പറഞ്ഞാൽ കല്ല ലഫ്ളുഹു വകസുറ മഅനാഹു. മുഖ്തസർ എന്ന് പറയുന്ന വാക്കിന്റെ ഏകദേശ ആശയാർത്ഥം കല്ല ലഫ്ളുഹു, പദങ്ങൾ കുറഞ്ഞിരിക്കുന്നു, വകസുറ മഅനാഹു,
അതിന്റെ മാനകൾ ധാരാളമുണ്ട്. അതാണ് രത്ന ചുരുക്കം എന്ന് പറയുന്നത്. വിശാലമായി പറഞ്ഞാൽ ഒരുപാട് പറയാനുള്ള ആശയങ്ങൾ വളരെ ചുരുങ്ങിയ പദത്തിൽ ഒതുക്കി തീർക്കുന്നതിനാണ് മുഖ്തസർ എന്ന് പറയുക. അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാൽ മനഃപ്പാടമാക്കാൻ ഏറ്റവും എളുപ്പം മുഖ്തസറാണ്. അതേസമയത്ത് കാര്യങ്ങൾ ഗ്രഹിക്കാൻ എപ്പോഴും നല്ലത് മബ്സൂത്താണ്. വിശദമായിട്ട് പറയുന്നതാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പം. എന്നാൽ മനഃപ്പാടമാക്കാൻ എളുപ്പം മുഖ്തസറാണ്. ഒരുപാട് ആശയ ഗാംഭീര്യമുള്ള ചുരുങ്ങിയ പദങ്ങളിലാകുക. എന്നാൽ എന്താക്കാം, മനഃപ്പാടമാക്കി പഠിക്കാൻ കഴിയും. ഇപ്പോഴുള്ള മുതാലിമീങ്ങളും ആളുകളും ഒക്കെ അത് ശൈലി വിട്ടുപോയതാ. പഴയ കാലത്ത് നമ്മുടെ നാടുകളിലൊക്കെ ഫത്ഹുൽ മുഈൻ ആദ്യ അവസാനം, പ്രത്യേകിച്ച് അതിന്റെ മൂലകൃതിയാവുന്ന ഖുറത്തുൽ ഐൻ അഥവാ അതിന്റെ മത്തില് മനഃപ്പാടം പഠിക്കൽ തന്നെയായിരുന്നു പതിവ്. ഇത് ശരിക്കും ഒരു ഉസ്താദിൽ നിന്നിട്ടും പഠിച്ച് മനഃപ്പാടമാക്കി അതിനെ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ലോകത്ത് ഫിഖ്ഹിയായ വിഷയത്തിൽ മറ്റൊരു കിതാബിനെ ആശ്രയിക്കാതെ തന്നെ ഫത്വ ചെയ്യാൻ മാത്രമുള്ള യോഗ്യത നേടും. അങ്ങനെയായിരുന്നു നമ്മുടെ മുൻഗാമികളായ മഹാന്മാരായ ഉസ്താദന്മാരിൽ അധികവും. ഇപ്പോഴൊക്കെ എക്സ്പ്രസ് ആണെല്ലാം. ഒരു കൊല്ലം കൊണ്ട് ഫത്ഹുൽ മുഈൻ തുടങ്ങി അവസാനിപ്പിക്കുന്ന സിലബസാണ്, നടപടിക്രമങ്ങളാണ് പലയിടത്തും ഉള്ളത്. കുറ്റം പറയല്ല, കാര്യം അങ്ങനെയായി. അതുകൊണ്ട് തന്നെ നമ്മൾ 15 കിതാബ് ഓതിയാലും ഒരു മസ്അല ആരെങ്കിലും ചോദിച്ചാൽ അതിനൊരു ഫത്വ പറഞ്ഞു കൊടുക്കാനുള്ള തഹ്ഖീഖുള്ളവർ ഇന്ന് അപൂർവങ്ങളിൽ അപൂർവമായി ചുരുങ്ങി. മുമ്പ് കാലത്ത് അങ്ങനെയല്ല. 10ഉം 15ഉം കൊല്ലമൊക്കെ ഫത്ഹുൽ മുഈൻ ആദ്യം മുതൽ അവസാനം വരെ അതിന്റെ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ മനസ്സിലാക്കി മനഃപ്പാടം ഹിഫ്ളാക്കി പഠിക്കലായിരുന്നു മുൻഗാമികളായ ഉസ്താദന്മാർ. അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ ഇൽമു കൊണ്ട് നമ്മുടെ ഹൃദയം അല്ലാഹു തആല വെളിച്ചമാക്കി തരുമാറാകട്ടെ. മിനൽ ഇഖ്തിസാർ, ഇഖ്തിസാർ എന്ന മസ്തറിൽ നിന്ന് വരുന്ന മുഖ്തസർ എന്ന് പറയുന്ന ഇസ്മ മഫ്ഊലാണ് ആ കലിമത്ത്. അപ്പൊ എന്ത് പറഞ്ഞു? ഫഹാദ, ഈ രചിക്കാൻ പോകുന്ന മനസ്സിൽ ഹാജരായ ഈ ഗ്രന്ഥം മുഖ്തസറുൻ, ഒരു ചുരുങ്ങിയ പദങ്ങളിൽ ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന സംക്ഷിപ്ത ഗ്രന്ഥമാണ്. എന്തിലുള്ള ഗ്രന്ഥമാണ്? ഫിൽ ഫിഖ്ഹി, ഫിഖ്ഹ് സംബന്ധമായ വിഷയത്തിൽ ഉള്ള ഒരു മുഖ്തസറാണ്. ഏത് വിഷയത്തിലും മബ്സൂത്തായ വിശദമായ കിതാബുകൾ ഉണ്ടാവാം, മുഖ്തസറായ രത്ന ചുരുക്കങ്ങൾ ഉണ്ടാവാം. ഇത് ഫിഖ്ഹിൽ ഉള്ള രത്ന ചുരുക്കമാണ്. ലോകത്തുള്ള മുഴുവൻ ഫിഖ്ഹ് അല്ല. ഫിഖ്ഹ് അലാ മദ്ഹബിൽ ഇമാം ശാഫിഈ എന്ന് പറയും. ഫിഖ്ഹ് എന്ന് പറയുമ്പോൾ അതെന്താണ്? അതാദ്യം തിരിയണമല്ലോ. എന്തിനാണ് ഈ ഫിഖ്ഹ് എന്ന് പറയുന്നത്? ഹുവ, ഫിഖ്ഹ് എന്ന പദം ലോകത്തൻ അറബി ഭാഷാ പ്രയോഗത്തിൽ ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ അൽ ഫഹ്മ്, അറിവ് എന്നാണ് അതിനർത്ഥം. ഒരു കാര്യം ഗ്രഹിക്കുക, മനസ്സിലാക്കുക, അതിനാണ് ഫിഖ്ഹ് എന്ന് പറയുന്നത്. എന്നാൽ ഇസ്തിലാഹൻ, സാങ്കേതിക അർത്ഥത്തിൽ നമ്മളിപ്പോ ഇൽമുൽ ഫിഖ്ഹ്, ഇൽമുൽ കലാം, ഇൽമുൽ നഹ്വ്, ഇൽമുൽ ബലാഗ എന്നൊക്കെ പറയുന്ന അർത്ഥത്തിൽ ഒരു പ്രത്യേക വിഷയമായി പറയുന്ന ഫിഖ്ഹ് എന്നതിന്റെ സാങ്കേതിക അർത്ഥം അൽ ഇൽമു ബിൽ അഹ്കാമി ശർഇയ്യത്തിൽ അമലിയ്യത്തിൽ മുക്തസബു മിൻ അദില്ലത്തിഹി തഫ്സീലിയ്യത്തി എന്നാണ്. അതാണ് ഇപ്പൊ ഇതിന്റെ സാങ്കേതിക അർത്ഥം. അൽ ഇൽമു ബിൽ അഹ്കാമി ശർഇയ്യ, ശർഇയ്യായ വിധിവിലക്കുകളെ പറ്റിയിട്ടുള്ള അറിവ്. ഹുക്മ് എന്ന് പറഞ്ഞാൽ വിധിവിലക്കുകൾ. ഇന്നത് ചെയ്യൽ ഫർളാണ്, ഇന്നത് ചെയ്യൽ സുന്നത്താണ്, ഇന്നത് ചെയ്യൽ ഹറാമാണ്, ഇന്നത് ചെയ്യൽ കറാഹത്താണ്, ഇന്നത് ചെയ്യൽ ഹലാലാണ് എന്നൊക്കെ പറയുന്നതിനാണ് അഹ്കാം പറയാം. അശ്ശർഇയ്യ എന്ന് പറഞ്ഞാൽ അള്ളാഹുവും അവന്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന നമുക്ക് എത്തിച്ചു തന്ന വിധിവിലക്കുകൾക്കാണ് ശർഇയ്യ എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ ശറഇന്റെ വിധിവിലക്കുകളെല്ലാം അള്ളാഹുവിൻ്റെതാണ്. അത് നമുക്ക് എത്തിച്ചു തരുന്നത് അംബിയ മുർസലുകളാണ്. അപ്പൊ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എത്തിച്ചു തന്ന വിധിവിലക്കുകൾ, അത് തന്നെ പരാതിയുണ്ടല്ലോ. അതിൽപ്പെട്ട അൽ അമലിയ്യത്തി, മനുഷ്യന്റെ അമലുമായി ബന്ധപ്പെട്ട, വിശ്വാസവുമായി ബന്ധപ്പെട്ടതല്ല. അതിന് അഖീദ എന്നാ പറയാം, ഫിഖ്ഹ് എന്നല്ല. ഇത് അൽ ഇൽമു ബിൽ അഹ്കാമി ശർഇയ്യത്തി എന്ന് പറഞ്ഞിട്ട് അൽ ഇഅ്തിഖാദിയ്യത്തി, വിശ്വാസപരമായ ശർഇയ്യായ അഹ്കാം എന്ന് വെച്ചാൽ അതിനെ അഖീദ എന്നാ പറയാം. അപ്പോ അമലിയ എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ടുള്ളതാവാം, ശരീരത്തിന്റെ ബാഹ്യ അവയവങ്ങൾ കൊണ്ടുള്ളതാവാം, കൽബ് കൊണ്ടുള്ളതാവാം. കൽബ് കൊണ്ട് ഉൾപ്പെടെയുള്ള അമല്, അതാണ്. ഇപ്പൊ വാക്ക് ഉൾപ്പെടെയുള്ള, ശരീരം കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള, കൽബിലെ നിയ്യത്ത് ഉൾപ്പെടെയുള്ള അമലുകൾ, അതാണ് അമലിയ. അപ്പൊ അമലുമായി ബന്ധപ്പെട്ട
അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സംബന്ധിച്ച അറിവാണ്. എങ്ങനത്തെ അറിവ്? അൽ മുക്തസബു, അത് കസ്ബ് ചെയ്ത് അധ്വാനിച്ച് സമ്പാദിക്കപ്പെട്ടതാണ്. മിൻ അദില്ലത്തി തഫ്സീരിയത്തി, ഈ അഹ്കാമിന്റെ വിശദമായ ദലീലുകളിൽ നിന്നിട്ടും. അതാ ഖുർആന്, സുന്നത്ത് എന്നീ തെളിവുകളിൽ നിന്നുള്ള ഖുർആന്റെ ആയത്തുകൾ, പ്രത്യേകമായ ആയത്തുകൾ അല്ലെങ്കിൽ പ്രത്യേകമായ ഹദീസുകൾ തുടങ്ങിയ വിശദമായ ദലീലുകളിൽ നിന്നും മഹാന്മാരായ മുജ്തഹിദുകളായ ഇമാമുമാർ കസ്ബ് ചെയ്ത് ഇജ്തിഹാദ് ചെയ്ത് കണ്ടെത്തി നമുക്ക് എത്തിച്ചു തന്ന അമലുമായി ബന്ധപ്പെട്ട ശറഈയായ അഹ്കാമുകൾക്കാണ് ഫിഖ്ഹ് എന്ന് പറയുന്നത്. അതൊക്കെ ഒരുപാട് വിശദീകരണം അർഹിക്കുന്നതാണെന്ന് കൂടുതൽ വിശദീകരണത്തിലേക്ക് കടന്നാൽ സാധാരണക്കാർക്ക് മനസ്സിലാവാൻ പ്രയാസമായി പോകും എന്നതുകൊണ്ട് കൂടുതൽ അതിലേക്ക് കിടക്കുന്നില്ല. എന്നാൽ വസ്തുതാദുഹു, ഈ ഫിഖ്ഹാവുന്ന അഹ്കാമു ശറഈയുമായി ബന്ധപ്പെട്ട ഇൽമ്, ഈ ഫിഖ്ഹിന്റെ ഇസ്തിംദാദ് എന്ന് പറഞ്ഞാൽ അതിനെ ലഭിക്കുന്ന കേന്ദ്രം, ഏതിൽ നിന്നിട്ടാണ് അതിന്റെ ഉൽപ്പത്തി? മിനൽ കിതാബി, ഒന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഷരീഫാവുന്ന വേദഗ്രന്ഥം, രണ്ടാമത് സുന്നത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്ത്, മൂന്നാമത്തത് മഹാന്മാരായ മുജ്തഹിദുകളായ ഉലമാക്കളുടെ ഇജ്മാഅ്, 4 ഖിയാസ്. അപ്പോ ഖുർആന്, സുന്നത്ത്, ഇജ്മാഅ്, ഖിയാസ് എന്നിവയിൽ നിന്നിട്ടും ആണ് ഈ ഫിഖ്ഹിന്റെ ഉൽപ്പത്തി, അതിൽ നിന്നിട്ടാണ് ഇത് ഉത്ഭവിക്കുന്നത്. അപ്പൊ അതിന്റെ മൂലകങ്ങൾ, അടിസ്ഥാനം ഈ 4ആണ്: ഖുർആൻ, സുന്നത്ത്, ഇജ്മാഅ്, ഖിയാസ്. അതിൽ നിന്ന് പക്ഷേ അതിന്റെ വിശദമായ ദലീലുകളിൽ നിന്നും മഹാന്മാരായ മുജ്തഹിദുകളായ ഇമാമുകൾ ഇജ്തിഹാദ് ചെയ്യുന്നതുകൊണ്ട് കണ്ടെത്തിയ വിധിവിലക്കുകൾ. എന്നാൽ ഫായിദത്തുഹു, ഈ ഇൽമുൽ ഫിഖ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഫലം എന്താണ്? എന്തിനാണ് ഇങ്ങനെ അള്ളാഹുവിന്റെ അഹ്കാമു ശറഈയ, അമലുമായി ബന്ധപ്പെട്ട അഹ്കാമു ശറഈയുമായി ബന്ധപ്പെട്ട അറിവ് പഠിക്കുന്നത് എന്തിനാ? അത് മനസ്സിലാക്കിയെങ്കിലേ ഇംതിസാലു അവാമിരില്ലാഹി തആല, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുക, വജ്തിനാബു നവാഹിഹി, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ വെടിയുക. ഇതാണ് ആത്യന്തികമായ ലക്ഷ്യം. കാരണം അതിന് ഫിഖ് അറിയാൻ അറിയില്ല. കാരണം അള്ളാഹു എന്താണ് കൽപ്പിച്ചത് എന്നറിഞ്ഞെങ്കിലല്ലേ അള്ളാഹു കൽപ്പിച്ചതിനനുസരിക്കാൻ പറ്റുള്ളൂ. അള്ളാഹു എന്തൊക്കെ വിരോധിച്ചത് എന്ന് മനസ്സിലാക്കിയെങ്കിലല്ലേ അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ വെടിയാൻ പറ്റുള്ളൂ. അപ്പൊ ഫിഖ് അറിയുന്ന ഒരാൾക്ക് അള്ളാഹുവിന് വഴിപ്പെടാൻ കഴിയുള്ളൂ. കാരണം എന്താ? അള്ളാഹു കൽപ്പിച്ചതെടുക്കുകയും വിരോധിച്ചത് വെടിയുകയും വേണം. അതാണല്ലോ അള്ളാഹുവിന് വഴിപ്പെടാൻ അറിയണത്. അപ്പൊ അള്ളാഹു ഏതൊക്കെയാണ് കൽപ്പിച്ചതെന്നും അള്ളാഹു ഏതൊക്കെ വിരോധിച്ചതെന്നും അറിയുന്നവർക്കല്ലേ അള്ളാഹു കൽപ്പിച്ചതെടുക്കാനും വിരോധിച്ചത് വെടിയാനും കഴിയുള്ളൂ. അപ്പോ ഫിഖ് ഉണ്ടെങ്കിലേ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വഴിപ്പെടുക എന്ന് പറയുന്ന ലക്ഷ്യം സഫലമാവുള്ളൂ. അപ്പൊ ഫിഖ് കൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഇംതിസാലു അവാമിരില്ലാഹി തആല വജ്തിനാബു നവാഹിഹി, കൽപ്പനകൾ അനുസരിക്കുക, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുക, അവൻ വിരോധിച്ചതിന് വെടിയുക. ഈ പറയുന്ന മഹത്തായ ലക്ഷ്യം സഫലമാവണമെങ്കിൽ ഫിഖ് അനിവാര്യമാണ്. എന്നാൽ ഫിഖ് എന്നത് അതൊരു മഹാസാഗരമാണ്. മുജ്തഹിദുകളായ സ്വഹാബത്തിൽപ്പെട്ട തന്നെ ഇമാമുകൾ തുടങ്ങി 3 നൂറ്റാണ്ടുകൾക്കിടയിൽ ധാരാളം മുജ്തഹിദുകളായ അയിമ്മത്ത് ഇമാമുമാർ നിയമപ്രകാരം ഇജ്തിഹാദ് ചെയ്ത് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ലോകത്ത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അത് പിൽക്കാലത്ത് പണ്ഡിതന്മാർ സേവനം ചെയ്യാനും പിന്തലമുറക്ക് സംശയരഹിതമായി എത്തിച്ചു കൊടുക്കാനും പറ്റുന്ന യോഗ്യരായ ഉലമാക്കൾ ഇടക്ക് നഷ്ടപ്പെട്ടുകൊണ്ട് പലതും കൈമോശം വന്നെങ്കിലും ലോകത്ത് വള്ളിപുള്ളി വിടാതെ കൃത്യമായും വ്യക്തമായും രേഖപ്പെടുത്തി പണ്ഡിതന്മാരുടെ കണിശവും കർക്കശവുമായ അന്വേഷണങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമായി പിൽക്കാലത്ത് മുസ്ലിം ലോകത്ത് സ്ഥിരപ്രതിഷ്ഠ നേടിയ 4 മദ്ഹബുകളാണുള്ളത്. അല്ലാതെ ലോകത്താകെ 4 മദ്ഹബല്ല. പിൽക്കാലത്ത് വിശ്വാസയോഗ്യമായി പണ്ഡിതന്മാരിൽ നിന്നിട്ട് കൈമാറി മുസ്ലിം സമുദായത്തിന് ലഭിച്ചത് 4 മദ്ഹബ്. അതിൽപ്പെട്ട അലാ മദ്ഹബിൽ ഇമാമി അൽ ഇമാമിൽ മുജ്തഹിദി, ലോകത്ത് തർക്കമറ്റ മുജ്തഹിദാണെന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത മുജ്തഹിദായ ഇമാമിന്റെ മദ്ഹബ്. ഏത് ഇമാം? അബീ അബ്ദില്ലാ എന്ന ബഹുമാന പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദ് ബിൻ ഇദ്രീസ്
അശ്ശാഫിഈ റഹിമഹുല്ലാഹു തആല വറദിയാൻ. അല്ലാഹു മഹാനവറുകൾക്ക് റഹ്മത്ത് ചെയ്യുകയും അവന്റെ റിദ്വാനിൽ മഹാനവറുകളെ ഉൾപ്പെടുത്തുകയും അവരുടെ ബറക്കത്ത് കൊണ്ട് ആ കാൽപ്പാട് പിന്തുടർന്ന് ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് നമ്മളെ അനുഗ്രഹിക്കുകയും ആ മാർഗത്തിന് വേണ്ടി സേവനം ചെയ്ത് അവരോടൊപ്പം റബ്ബിന്റെ ലിഖാ കാണാനുള്ള ഭാഗ്യം നമുക്കും നമ്മുടെ ഗുരുനാഥന്മാർക്കും മാതാപിതാക്കൾക്കും സ്നേഹജനങ്ങൾക്കും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എന്താണ് ഈ മദ്ഹബ് എന്ന വാക്ക്? അപ്പം ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ മദ്ഹബ് പ്രകാരമുള്ള ഫിഖ്ഹാണ്. ആ ഫിഖ്ഹിലുള്ള ഒരു ചുരുങ്ങിയ രത്ന ചുരുക്കം മാത്രം ഉൾക്കൊള്ളുന്ന ഫിഖ്ഹാണ് ഈ പറയാൻ പോകുന്ന കിതാബ് എന്നാ പറഞ്ഞത്. മദ്ഹബ് എന്ന് പറയാൻ മാ ദഹബ ഇലൈഹി മിനൽ അഹ്കാമി ഫിൽ മസായിൽ, ഓരോ മസ്അലകളിലുമുള്ള വിധിവിലക്കുകളിൽ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ മദ്ഹബ്. മഹാനവർ മദ്ഹബ് എന്ന് പറഞ്ഞാല് ദർഫ് മക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ആ പോയ സ്ഥലം പോയ കാലം എന്ന അർത്ഥത്തിനാണ് യഥാർത്ഥത്തിൽ മദ്ഹബ് എന്ന് പറഞ്ഞാൽ. ഷാഫി ഇമാമിന്റെ മദ്ഹബ് പറഞ്ഞാൽ താബി ഇമാമ് പോയ സ്ഥലം. ഇവിടെ സ്ഥലം അല്ല ഉദ്ദേശിക്കുന്നത്, ആ മാർഗം എന്നർത്ഥം. അപ്പൊ ഇമാം ഷാഫി റളിയല്ലാഹു തആല ചിട്ടപ്പെടുത്തിയ ഉസൂലുൽ ഫിഖ് എന്ന് പറയുന്ന ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ക്രോഡീകരിച്ച നിയമാവലിയുടെ പരിധിയിൽ നിന്നുകൊണ്ട് യോഗ്യരായ മുജ്തഹിദുകളുടെ നേതാവായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തന്റെ ഉസൂൽ പിൻപറ്റിക്കൊണ്ട് തന്റെ പിൻകാലക്കാരായ അസ്ഹാബും കർമ്മശാസ്ത്രപരമായി കണ്ടെത്തി വിധി പറഞ്ഞ വിധി വിലക്കുകൾക്കാണ് ഷാഫിഈ മദ്ഹബ് എന്ന് പറയുന്നത്. അല്ലാതെ ഷാഫി ഇമാമ് പറഞ്ഞ ഒറ്റക്ക് എന്നല്ല. ഇദ്രീസു മുഹമ്മദ് ബിൻ ഇദ്രീസ് എന്ന് പറയല്ലോ. ഇദ്രീസ് എന്നവർ വാലിദുഹു ഇമാം മുഹമ്മദ് റളിയല്ലാഹു തആല അൻഹു എന്ന ഷാഫി ഇമാമിന്റെ പിതാവാകുന്നു. ഇമാം ഷാഫി തങ്ങളുടെ പേരാണ് മുഹമ്മദ്, മഹാനവറുകളുടെ പിതാവിന്റെ പേരാണ് ഇദ്രീസ്. ഈ ഇദ്രീസ് എന്ന ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ പിതാവായിട്ടുള്ളവർ ഹുവ ഇബ്നു അബ്ബാസിൻ, അബ്ബാസ് എന്ന മഹാനവറുകളുടെ പുത്രനാണ്. ഈ അബ്ബാസ് എന്നവർ ഇബ്നു ഉസ്മാൻ എന്ന മഹാനവറുകളുടെ പുത്രനാണ്. മഹാനവറുകൾ ഇബ്നു ഷാഫിഇൻ, മഹാനായ ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ പുത്രനാണ്. ഈ ഷാഫി എന്നവർ ഇബ്നു സായിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പുത്രനാണ്. ഈ സായിബ് എന്നവർ ഇബ്നു ഉബൈദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പുത്രനാണ്. ഈ ഉബൈദ് എന്നവര് അബ്ദു യസീദ് എന്നവരുടെ പുത്രനാണ്. ഈ അബ്ദു യസീദ് ആണെങ്കിലോ ഇബ്നു ഹാഷിം എന്നവരുടെ പുത്രനാണ്. ഇത് സംശയിക്കണ്ട, ഈ പറയുന്ന ഹാഷിം തങ്ങളുടെ ഉപ്പാപ്പയാവുന്ന ഹാഷിമല്ല, മറിച്ച് ഇബ്നു അബ്ദുൽ മുത്തലിബ്. അത് തെറ്റാണ്. ചെടിയിൽ വന്ന നിങ്ങളെ കിതാബിൽ ഉണ്ടോ പറഞ്ഞത് ഇബ്നുൽ മുത്തലിബീനേ ഉള്ളൂ. എന്റെ കിതാബില് ഞാൻ നേരത്തെ നോക്കി വെച്ചിട്ടില്ല. ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്ന് എഴുതി അബ്ദ് വെട്ടേണ്ടതാണ്. ആരെങ്കിലും കിതാബിൽ ഉണ്ടാവോ? ഇല്ല. ഇബ്നുൽ മുത്തലിബ് എന്നുള്ള അവിടെയൊക്കെ ഇത് ഇന്റെ അടുത്തുള്ളത് കിതാബിൽ ഈ അറബികൾ അച്ചടിച്ച തന്നെയാണെങ്കിലും ഒന്നും തെറ്റൊന്നും നോക്കാതെ അച്ചടിച്ച കിതാബാണ്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പയായിരുന്ന ഹാഷിം എന്നവരുടെ സഹോദരനാവുന്ന മുത്തലിബ്, ആ മുത്തലിബിന്റെ മകനാണ് ഹാഷിം. അത് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ. ഈ ഹാഷിമും മുത്തലിബും തമ്മിൽ വലിയ സ്നേഹവും ബന്ധുവായിരുന്നു ജ്യേഷ്ഠനും. ഈ അനുജനാവുന്ന ഹാഷിമിനോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ട് ജ്യേഷ്ഠനാവുന്ന മുത്തലിബ് തനിക്കൊരു പുത്രൻ ജനിച്ചപ്പോൾ ഈ അനുജന്റെ പേരാവുന്ന ഹാഷിം എന്ന പേരാട്ട്. അങ്ങനെ മുത്തലിബിന്റെ മകനാണ് ഹാഷിം. അല്ലാതെ നബി തങ്ങളുടെ ഉപ്പാപ്പമാരിൽപ്പെട്ട ഹാഷിമല്ല, മറിച്ച് ഉപ്പാപ്പയുടെ അനുജനാവുന്നോ യേശനോ ആവുന്ന അബ്ദുൽ ഇല്ലാത്ത മുത്തലിബിന്റെ മകൻ ഹാഷിമാണ്. ഈ ഹാഷിമിന്റെ വാപ്പ നബി തങ്ങളുടെ ഉപ്പാപ്പയാവുന്ന ഹാഷിമിന്റെ സഹോദരനായ മുത്തലിബ്, അദ്ദേഹം അബ്ദു മനാഫ്. ഹാഷിമിന്റെയും വാപ്പ അബ്ദു മനാഫ് തന്നെയാണ് മുത്തലിബിന്റെ. അപ്പൊ കണ്ടോ, ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബ്ദു മനാഫിൽ ചെന്നിട്ടാണ് യോജിക്കുന്നത് ഉപ്പാപ്പമാര്. ഈ അബ്ദു മനാഫിന്റെ രണ്ട് മക്കളാവുന്ന മുത്തലിബിന്റെ മക്കൾ പരമ്പരയിലാണ് ഷാഫി ഇമാമുള്ളത്.
ഹാഷിമിന്റെ മക്കൾ പരമ്പരയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ളത്. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു നബി തങ്ങളുടെ ആലിൻ നബി എന്ന് പറഞ്ഞാൽ ബനു ഹാഷിം ഗോത്രത്തിലും ബനു മുസ്തലിം ഗോത്രത്തിലും പെട്ട മോമിനീങ്ങളൊക്കെ പെടും പറഞ്ഞു. അപ്പൊ ഈ പറയുന്ന സഹാബാക്കൾ 3 ആളുണ്ട് ആ കൂട്ടത്തിൽ. ആ പരമ്പരയിലൂടെ വരുന്ന ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ ആലുൻ നബി എന്ന് പറയുന്ന അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണ്. എന്നാൽ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ചേർത്തി പറയുന്ന ഷാഫിഈ എന്നാണല്ലോ, മുത്തലിബി എന്ന് പറയാതെ ഷാഫിഈ എന്നാണല്ലോ പറഞ്ഞത്. അതിന്റെ കാരണം അദ്ദേഹം അല്ലദീ യുൻസബു ഇലൈഹിൽ ഇമാമു, ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിനെ കുടുംബം ചേർത്തി പറയാ ഷാഫിഈ എന്ന് പറയുന്നത് ഈ ഷാഫി എന്ന ഉപ്പാപ്പയിലേക്കാണ്. അസ്ലമഹുവ, ഈ ഷാഫി എന്ന ഉപ്പാപ്പ മുസ്ലിമായി. അബൂഹു സാഹിബ്, അദ്ദേഹത്തിന്റെ പിതാവാവുന്ന സാഹിബ് എന്നവരും യൗമ ബദ്രിൻ, ബദർ ദിനത്തിൽ മുസ്ലിമായ സ്വഹാബാക്കളിൽപ്പെട്ടവരാ. അപ്പോ തൊട്ടടുത്തുള്ള ഉപ്പാപ്പന്മാരിൽപ്പെട്ട ഒരു സഹാബിയുടെ പേരിലേക്ക് ചേർത്തി പറയാവുന്ന ബർക്കത്തിന് വേണ്ടിയിട്ടാണ് ഇമാം ഷാഫി തങ്ങളെ ഷാഫിഈ എന്ന ഉപ്പാപ്പയിലേക്ക് ചേർത്തി പറയുന്നത്. ഇനി ഇമാമുനാ റളിയല്ലാഹു അൻഹു, നമ്മുടെ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു ജനിച്ചു സനത്ത 50 ഹിജറ 150. ദീനി ദഅവത്തിന് വേണ്ടി മഹാന്മാരായ സ്വഹാബത്തിന്റെ കൂടെ ബഹുമാനപ്പെട്ട ഉപ്പാപ്പമാര് പല സ്ഥലത്തും പോയ കൂട്ടത്തിൽ, ഫലസ്തീനിലെ ദീനി ദഅവത്തിന് വേണ്ടി പോയ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ പിതാവും ഉണ്ടായിരുന്നു. അങ്ങനെ മാതാവും പിതാവും ഫലസ്തീനിലെ ഗസ, ഇപ്പൊ നമ്മൾ പത്രക്കാരെ ഗാസ ഗാസ എന്ന് പറയണ എന്തോ ഒരു തട്ടിപ്പിന് വേണ്ടിയിട്ട് പറയണ, ഗസ തന്നെ എഴുതാൻ കഴിഞ്ഞിട്ട് അത് എഴുതാതെ ഗാസ ഗാസ എന്ന് പറയുന്നത്. എത്ര ഗാസ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാരിൽപ്പെട്ട ഹാഷിം റളിയല്ലാഹു തആല അൻഹു തങ്ങൾ വഫാത്തായി അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ ഗസയിലാണ്. ആ ഗസയിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ജനിച്ചതും. പക്ഷേ തനിക്ക് 2 വയസ്സായപ്പോൾ കുഞ്ഞുനാളിൽ തന്നെ പിതാവ് മഹാനായ ഇദ്രീസ് റളിയല്ലാഹു തആല അൻഹു വഫാത്തായി. അപ്പൊ ജ്യേഷ്ഠാഞ്ചന്മാരൊന്നുമില്ല. അപ്പോൾ ഉമ്മ മനസ്സിലാക്കി, സ്വന്തം കുടുംബങ്ങളോ ബന്ധുക്കളോ ഇല്ലാത്ത ഫലസ്തീനിൽ എന്റെ മോൻ വളർത്തിയുമായി വളർന്നു വന്നാൽ അവന്റെ മഹത്തായ കുടുംബ പാരമ്പര്യം അറിയാതെ അന്യാധീനപ്പെട്ടു പോവും എന്ന് മനസ്സിലാക്കി 2 വയസ്സായ തന്റെ പൊന്നുമോനെയും കൂട്ടി മക്ക ഷരീഫിൽ തന്നെ തിരിച്ചു വന്ന് തന്റെ ബന്ധുക്കളോടൊന്നിച്ച് ജീവിക്കുകയും അങ്ങനെ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു മക്കയിൽ വളരുകയും ചെയ്തു. ജനിച്ചത് ഫലസ്തീനിലെ ഗസയിലാണ്. 2-ാം വയസ്സിൽ വാപ്പ മരിച്ചപ്പം ഉമ്മ മോനെയും കൂട്ടിയിട്ട് മക്കയിൽ വന്ന് താമസമാക്കി. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ഇഹലോകാസം വെടിഞ്ഞു യൗമുൽ ജുമുഅത്തി, വെള്ളിയാഴ്ച ദിവസം, റജബിന്റെ അവസാനം, റജബ് മാസം അവസാനത്തെ വെള്ളിയാഴ്ച ലോകവാസം വരുന്നത്. സനത്ത 400 ഹിജറ 204. ഹിജറ 2-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് എന്ന് ലോകം അംഗീകരിച്ച മഹാനാണ് ഇമാം ഷാഫി റളിയല്ലാഹു തആല. 1-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തങ്ങളാണെങ്കിൽ 2-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങളാണ്. കേവലം 54 വയസ്സ് മാത്രമാണ് ഇമാമുന ഷാഫി റളിയല്ലാഹു തആല അൻഹു ഈ ലോകത്ത് ജീവിച്ചത്. പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ തന്നെ ദീർഘവീക്ഷണം ചെയ്തിട്ടുണ്ട്. ആലിം ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ, ഖുറൈശിൽപ്പെട്ട ഒരു മഹാനായ പണ്ഡിതൻ ലോകം മുഴുക്കെ തന്റെ ഇൽമു കൊണ്ട് നിറക്കും എന്ന് പറഞ്ഞ് തത്തുല്യനായ ഒരു ഇമാം ലോകത്ത് വേറെ അറിയപ്പെട്ടിട്ടില്ല. തന്റെ ശിഷ്യനും ലോകപ്രസിദ്ധ ഇമാമും അഹ്ലുസുന്നത്തിന്റെ നേതാവും ഹദീസ് പണ്ഡിതനുമായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഈ ഹദീസിൽ വ്യാഖ്യാനത്തിന് ഏറ്റവും അർഹതപ്പെട്ട ആള് എന്റെ ഗുരുവര്യരായിരിക്കുന്ന മുഹമ്മദ് ബിൻ ഇദ്രീസ് റളിയല്ലാഹു തആല അൻഹു തങ്ങളാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 150 ജനിച്ച് 204 ഇഹലോകവാസം വെടിഞ്ഞ് 54 കൊല്ലം ഈ ലോകത്ത് സൂര്യതുല്യനായി ജീവിച്ച് ഇന്നും ആ പ്രകാശം ലോകത്ത് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. മഹാനവറുകളുടെ ബർക്കത്ത് കൊണ്ടും അവരുടെ അജ്ദാദിന്റെയും അവരുടെ അത്ബായിൽപ്പെട്ട മഹത്തുക്കളായ ഉലമാന്റെയും ഒക്കെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമുക്കൊക്കെ നാഫിയായ ഇൽമു തന്ന് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസമ്മൈതുഹു, ഈ കിതാബിന് ഞാൻ നാമകരണം ചെയ്തു, ബിഖുറത്തുൽ ഐനി ബിബയാനി മുഹിമ്മാത്തി അഹ്കാമിദ്ദീനി. ഖുറത്തുൽ ഐൻ എന്ന് പറഞ്ഞാൽ കൺകുളിർമയാവുന്നത്.
സന്തോഷകരമായതിനാണ് പറയാ. കണ്ണിന് കുളിർമ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള കണ്ണീരുണ്ടാവും കണ്ണിന്. ഒന്ന് സന്തോഷത്തിന്റെ കണ്ണീര്, അത് തണുപ്പേകുന്ന കണ്ണീര. മറ്റൊന്ന് സങ്കടത്തിന്റെയും ദുഃഖത്തിന്റെയും കണ്ണീര്, അത് ചൂടുള്ള കണ്ണുനീര. അപ്പൊ കണ്ണിന് കുളിർമയാകുന്നത് എന്ന് പറയുമ്പോ സന്തോഷകരം. എന്തുകൊണ്ട് കണ്ണിന് കുളിർമയാകുന്നത്? ബി ബയാനി മുഹിമ്മാത്തി അഹ്കാമിദ്ദീൻ, ദീനിന്റെ വിധിവിരുക്കുകളിൽപ്പെട്ട മുഖ്യമായതിനെ വിശദീകരിച്ചുകൊണ്ട്. എല്ലാം ഞാൻ പറയണമെന്നില്ല, മുഖ്യമായതൊക്കെ വിശദീകരിക്കുന്നുണ്ട്. മതിയല്ലോ അല്ലേ? മതി. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇത്ര ദിവസം കൊണ്ട് ദിവസം തീർക്കാന്നുള്ള കരാറൊന്നുമില്ല. അത് മതി. അത് കഴിഞ്ഞിട്ട് ബാക്കി ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ദിവസങ്ങളിൽ അല്ലാഹു തആല തൗഫീഖ് ചെയ്താൽ നമുക്ക് കിട്ടും പോലെയൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കുക. വലിയ വലിയ ആലിമീങ്ങളൊക്കെ വലിയ എൽമുള്ളവരേക്കാരം അവർക്ക് അനുസരിച്ച് പറയും. നമ്മള് വലിയവരൊക്കെ തേങ്ങ ഉടക്കുമ്പോഴേ നമ്മളൊരു ചിരട്ടെങ്കിലും ഉടക്കുക എന്നുള്ള അത്രയും ഉള്ളു. പോലെ ദർശനത്താനുള്ള കഴിവുണ്ടായിട്ടോ എൽമുണ്ടായിട്ടോ ഒന്നുമല്ല. എന്നാല് എല്ലാവരും വലിയ വലിയ മഹാന്മാരൊക്കെ ബെർസാറ്റി. അപ്പൊ അവരോടൊക്കെ ഉള്ള ബഹുമാനവും ആദരവും നമ്മളൊക്കെ മനസ്സിലുണ്ട്. അതിന്റെ വർക്കത്ത് കൊണ്ട് അവരുടെയൊക്കെ മദത് ഉണ്ടാവും എന്നുള്ള നിലയ്ക്ക് ഇരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമു കൊണ്ട് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇനി കുറച്ച് സമയം പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അതിനുവേണ്ടി മൈക്ക് കൈമാറുന്നു. വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എല്ലാവർക്കും കേൾക്കാൻ പറ്റണ്ടോ ശരിക്കും? ഹലോ. ഉസ്താദെ, ചോദിക്കാനുള്ളത് വുളുവിനെ കുറിച്ചിട്ടാണ്. വുളു എല്ലാ അവയവങ്ങളും 3 തവണ കഴുകിയിട്ടാണ് പോണത്. പക്ഷെ അതിനുശേഷം വുളു എടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു അവയവം കഴുകിയത്, അതായത് കൈയായാലും മുഖമായാലും 3 ആയില്ല, 1 അല്ലെങ്കിൽ 2 ആയുള്ളൂ എന്നുള്ള സംശയം വന്നാല് എന്താണ് ചെയ്യേണ്ടത്? ആ ഒളു ബാത്തിലാവോ? അത് ആ ഒളു കൊണ്ട് നിസ്കരിക്കാമോ? അതൊന്ന് ഉസ്താദ് പറഞ്ഞു തന്നെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഓരോ പ്രാവശ്യം മാത്രം കഴുകലേ ഫർളുള്ളൂ. അതായത് വുദൂഇന് 3 രൂപമുണ്ട്. ഒന്ന്, മുംബൈ മുതൽക്ക് കാൽ ബിരിയാണി ഉൾപ്പെടെ കഴുകുന്നത് വരെയുള്ള കഴുകലും തടകലും ഒക്കെ എല്ലാം ഒന്നൊന്നിച്ച വട്ടം ചെയ്യാം. അത് പരിപൂർണ രൂപം. എല്ലാം ഓരോ വട്ടം ചെയ്താൽ ചുരുങ്ങിയ രൂപം. ഇനി 2 വട്ടം ചെയ്താൽ അത് നന്ന ചുരുങ്ങിയതല്ല, ചുരുങ്ങിയ രൂപമായി. അതോടുകൂടി അസുര സുന്നത്തും കിട്ടും. അപ്പോ തീരെ കഴുകിയിട്ടില്ല എന്ന് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയാണ് സംശയമെങ്കിൽ, വുളു കഴിയുന്നതിന്റെ ഇടക്ക് സംശയം വന്നാൽ ആ സംശയിച്ച തീരെ കഴുകിയിട്ടില്ല കേട്ടോ, 3 വട്ടത്തിന്റെ അല്ല. ഉദാഹരണം, നമ്മൾ വുളു എടുത്തുകൊണ്ട് കാല് കഴുകാൻ തുടങ്ങുമ്പോൾ ഒരു സംശയം, ചെവി തടയോ എന്ന്, അല്ലെങ്കിൽ തല തടയോ എന്നൊരു സംശയം. എന്നാൽ തലയും തടയുക, ചെവിയും തടയുക, എന്നിട്ട് കാല് കഴുകുക. അതല്ല, വുളുവൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ സംശയം വന്നതെങ്കിൽ അത് പരിഗണിക്കേണ്ടതേ ഇല്ല. എന്നാൽ 1 വട്ടം കഴുകി എന്നുള്ള ഉറപ്പാണ്. 2ാമത്തെ വട്ടത്തിലാണ് സംശയം എന്നാൽ കുഴപ്പമില്ല. 3 വട്ടം ആയി എന്ന് വന്നാൽ പൂർണ്ണമായ വുളുവായി. അത് തല തടകുന്നോ 3 വട്ടം സുന്നത്തുണ്ട്, ചെവി തടകുന്നോ 3 വട്ടം സുന്നത്തുണ്ട്, ബാക്കിയുള്ളതൊക്കെ 3 വട്ടാക്കൽ സുന്നത്ത്. എന്നാൽ ഓരോ പ്രാവശ്യം ചെയ്യൽ, ഫർളായ അവയവങ്ങളിൽ ഓരോ പ്രാവശ്യം ചെയ്തെങ്കിലേ ഫർള് കിട്ടൂ. സുന്നത്തായ അവയവങ്ങളിൽ ഓരോ പ്രാവശ്യം ചെയ്താൽ അസുര സുന്നത്ത് കിട്ടും. അപ്പൊ 3 വട്ടായോ എന്ന് സംശയിച്ചാൽ വുളുവിന് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് സുന്നത്ത് നിസ്കരിക്കുന്നതിനോ ഫർള് നിസ്കരിക്കുന്നതിനോ ഒന്നും കുഴപ്പമില്ല. പക്ഷെ 3 വട്ടം ആക്കൽ സുന്നത്തുണ്ട്. പക്ഷേ എടുത്ത് കഴിഞ്ഞതിന് ശേഷം സംശയിച്ചാൽ പിന്നെ അതിന് വേണ്ടിയിട്ട് പിന്നെ തിരിച്ചു പോകേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഓക്കെ. ഹലോ സുഹൈൽ, നിങ്ങൾ ചോദിച്ചോളൂ. അദ്ദേഹം മൈക്ക് എടുക്കണില്ല. അബുദാബി എന്നുള്ള ID മൈക്ക്. അസ്സലാമു അലൈക്കും. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ.
ഹലോ ഹലോ കേൾക്കുന്നുണ്ടല്ലേ? എൻ്റെ സംശയം, ഫിൽ ഫിഖ്ഹി ഹുവ ലുഗത്തൻ അൽ ഫഹ്മു, ഈ ഫഹ്മ് എന്ന് പറയുന്നത് മൊത്തം മനസ്സിലാക്കുക പിന്നെ അറിവ് എന്നാണോ, അല്ല ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബ് അനുസരിച്ച് മാത്രമുള്ള അറിവ് എന്നാണോ, അല്ല എല്ലാ ഫിഖ്ഹിൻ്റെ മസലയും മനസ്സിലാക്കാനുള്ള അറിവ് എന്നാണോ? അവിടെ ഒരു ഫഹ്മിൻ്റെ അവിടെ ഒരു ഷറയോടും കൊടുത്തിട്ടുണ്ട്. ഖീല മുത്ലഖൻ കമാ ഹുവ ളാഹിറു ഇബാറത്ത് ഷാരിഹി എന്നൊരു ഇബാറത്തൂടെ കാണുന്നുണ്ട്. അതും കൂടെ മനസ്സിലാൻ വേണ്ടി ചോദിച്ചതാണ്. മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. അൽ ഫിഖ്ഹ് അൽ ഫഹ്മു ഫിൽ ഫിഖ്ഹി എന്നതിന് ഐ അൽ ഫഹ്മ് എന്ന അർത്ഥം കൊടുത്ത അതിന്റെ ലോകത്തർത്ഥം ഇവിടുത്തെ ഉദ്ദേശാർത്ഥമല്ല, മറിച്ച് ഭാഷാപരമായ ആ വാക്കിന്റെ അർത്ഥമാണ്. അത്രയും കൊടുത്തിട്ടുള്ളൂ. അതേ സമയത്ത് സാങ്കേതികമായ അർത്ഥം പറഞ്ഞോടത്ത് ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ അൽ അഹ്കാമു ശർഇയ്യ പറഞ്ഞല്ലോ, അവിടെ ഫിൽ ഫിഖ്ഹി അലാ മദ്ഹബിൽ ഇമാം ഷാഫി എന്ന് കൂട്ടി പറയും. അതേ സമയത്ത് അൽ ഫഹ്മ് എന്നർത്ഥം കൊടുത്തത് ഈ ഉദ്ദേശമൊന്നും വെക്കാതെ ഫിഖ്ഹ് എന്ന വാക്കിന് അറബി ലോകത്തിൽ പറയുന്ന അർത്ഥമാണ്. ഹലോ അഷ്റഫി എം കെ ഡി, ഒരാളെ നോട്ടിട്ട് ഒഴിവാക്കിയ മറ്റാൾ മൈക്ക് എടുത്തോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഉസ്താദ്, ഞാൻ ചോദിക്കുന്ന കസറാക്കുന്നതിനെ കുറിച്ചാണ്. കസറാക്കി നിസ്കരിക്കുമ്പോ പൂർത്തിയാക്കി നിസ്കരിക്കുന്ന ആളോട് തുടരാൻ പാടില്ല എന്നുള്ളൊരു ഷർത്തുണ്ടല്ലോ. അപ്പോ നമ്മൾ പള്ളിയിൽ കയറുന്ന സമയത്ത് ഒരു വിഭാഗം അവിടെ നിസ്കരിക്കുന്നുണ്ട്, അവർ പൂർത്തിയാക്കി നിസ്കരിക്കണമെന്ന് അറിയില്ല. അങ്ങനെ കസറാക്കി നിസ്കരിക്കുന്ന ആളുകൾ അവരുടെ കൂടെ തുടർന്ന് കസറിന്റെ നിയ്യത്തോടു കൂടി തുടർന്നു. അവരെ 4 റക്അത്ത് നിസ്കരിക്കുന്നത്. അപ്പോ എന്താണ് ചെയ്യേണ്ടത്? അതാണ് ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മൈക്ക് ശബ്ദം കുറച്ച് ഇത് പിന്നെ കേട്ടില്ല, ഇതിന് മുമ്പുള്ള ആൾക്കൊന്നും തീരെ കേട്ടിട്ടില്ല. ഏതായാലും കസറാക്കി നിസ്കരിക്കുന്ന ആള് പൂർത്തിയാക്കി നിസ്കരിക്കുന്ന ആളോട് തുടർന്നാൽ, അറിയാതെ തുടർന്നാലും അല്ലാതെ തുടർന്നാലും കസറാക്കി നിസ്കരിക്കാൻ പറ്റൂല, പൂർത്തിയാക്കി നിസ്കരിക്കണം. അത് ഷർത്താണല്ലോ. അപ്പോ പള്ളിയിൽ കയറി ചെന്നപ്പോ അവിടെ ഒരു ജമാഅത്ത് കണ്ടു, അത് കസറാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ കസറാക്കുന്നു എന്ന നെയ്യത്തോടു കൂടി തുടരാം. കസറാണെന്ന് ഉറപ്പില്ല, പൂർത്തിയാക്കി നിസ്കരിക്കുന്നവരാണെന്ന് ഉറപ്പുണ്ടായാലും പറ്റൂല. പൂർത്തിയാക്കുന്നവരാണോ കസറാക്കുന്നവരാണോ എന്ന് സംശയത്തോടു കൂടിയായാലും പറ്റൂല. ഇനി അഥവാ അങ്ങനെ തുടർന്നാൽ ആ കസർ സഹിയാകാത്തതും നിസ്കാരം സഹിയാവുന്നതുമാണ്. അപ്പൊ പൂർത്തിയാക്കി 4 റക്അത്ത് നിസ്കരിക്കേണ്ടി വരും. ഇപ്പൊ തുടർച്ച കസറാക്കുന്നു ആളാണെന്നുള്ള ധാരണയിൽ കസറാക്കുന്നു എന്ന നെയ്യത്തോടു കൂടി തന്നെ തുടർന്നു എന്ന് വെച്ചോളി. പക്ഷെ പിന്നീട് ഒരു 4 റക്അത്ത് പൂർത്തിയാക്കി നിസ്കരിക്കുന്നവരാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നേരത്തെ തന്നെ നമ്മുടെ കസർ സഹിയായിട്ടില്ലായിരുന്നു എന്ന് മനസ്സിലാവുകയും 4 റക്അത്ത് പൂർത്തിയാക്കി നിസ്കരിക്കുകയും വേണം. അപ്പൊ ആകെ കസറാക്കുന്നവരാണെന്ന് ഉറപ്പുള്ളവരോട് മാത്രം തുടരാനാലേ കസറാക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നിസ്കാരം സഹിയാവും, കസർ ബാത്തിലാവും. അസ്സലാമു അലൈക്കും. ഉസ്താദെ, ഇത് വേറൊരാൾ ചോദിക്കാൻ പറഞ്ഞിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അതായത് അവരുടെ നാട്ടിലെ പള്ളിയിലേക്ക് ഖത്തീബിന് കൊടുക്കാനുള്ള ശമ്പളം പുറത്തുനിന്നൊരു അറബിയാണ് കുറെ വർഷങ്ങളായിട്ട് അയച്ചു കൊടുത്തോണ്ടിരിക്കുന്നത്.
അപ്പൊ ആദ്യകാലത്ത് ഈ അറബി അയച്ചു കൊടുക്കുന്ന കാശ് മാത്രമായിരുന്നു അതിന്റെ വരുമാനം. അപ്പൊ അതിൽ നിന്നാണ് ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ അവിടെ ചെറിയ രീതിയിൽ പൈസ കിട്ടുന്നുണ്ട്. വാടകയും മറ്റു പല കാര്യങ്ങളായിട്ട് അവർക്ക് പൈസ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ അറബി അയച്ച് തന്നെ കാശില് ഇപ്പൊ ബാക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് മറ്റ് വല്ല നല്ല കാര്യത്തിന് ചെലവഴിക്കാമോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഉസ്താദ് മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ആ കൊടുക്കുന്ന വ്യക്തി ഖതീബിന്റെ ശമ്പളം എന്ന നിലക്ക് മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ അതിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടുള്ളതല്ല. അതിൽ തന്നെ ഖതീബിന്റെ ശമ്പളമായി കൊടുക്കേണ്ടതാണ്. ബാക്കി വരുമാനം മറ്റ് അവിടെ മസ്ലഹത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അല്ലാതെ ബാക്കി വരുമാനമുള്ളത് ശമ്പളത്തിന് കൊടുത്ത് ശമ്പളത്തിന് വേണ്ടിയിട്ട് ഒരാൾ തരുന്നത് വേറെ ആവശ്യത്തിന് ഉപയോഗിക്കുകയല്ല വേണ്ടത്. ശമ്പളത്തിനായിട്ട് തരുന്ന ആ കാശ് കൊണ്ട് ശമ്പളത്തിന് തന്നെ കൊടുക്കുക. മറ്റു വരുമാനങ്ങൾ അവിടുത്തെ മറ്റ് മസ്ലഹത്ത്, പൊതു മസ്ലഹത്ത്, പള്ളി നന്നാക്കിയ തുടങ്ങിയ വിപുലീകരണമോ എന്താന്ന് വെച്ചാൽ അവിടുത്തെ കൂടുതൽ ആ മഹല്ലത്തിലെ കൂടുതൽ മസ്ലഹത്തിലുള്ള ഹൈറായ ഈ കാര്യങ്ങൾ ഏതാണോ അതിലേക്ക് മറ്റു വരുമാനങ്ങളെ തിരിക്കുക. ഈ ശമ്പളത്തിന് എന്ന പേരിൽ ഒരു വ്യക്തി തരുന്ന കാശ് അത് ശമ്പളത്തിന്റെ വകുപ്പിൽ തന്നെ കൊടുക്കുകയും ആവുന്നു വേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ, ഈ ഫത്ഹുൽ മുഈനിന്റെ മുസന്നിഫ് വഫാത്തായി കിടക്കുന്ന സ്ഥലം ഒന്ന് വിശദമായി ഉസ്താദ് പറഞ്ഞാൽ ഉപകാരമായിരിക്കും. കുഞ്ഞിപ്പള്ളിയിലാണെന്നും പറയുന്നു, പൊന്നാനിയിലാണെന്നും പറയുന്നു. അത് ഉസ്താദ് മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ദർസ് കേട്ടിട്ടില്ല. പിന്നൊന്ന്, ഈ ഫത്ഹുൽ മുഈന് 2 ആശയ, ഇയാനത്തു താലിബീൻ, തർശീഹ്, ഇതല്ലാതെ വേറെയും വല്ല ആശയം ഉണ്ടോ? അതുകൂടി പറഞ്ഞു തന്നാൽ ഉപകാരമായിരിക്കും. ദുആ ചെയ്യണമെന്ന വസിയത്തോടെ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. മഖ്ദൂമിങ്ങളെ സംബന്ധിച്ച് ചെറിയൊരു വിവരണം ഇന്നലെ ഇടയ്ക്ക് ഒരു ദിവസം ദർസിൽ പറഞ്ഞുപോയി. എന്നാലും ബഹുമാനപ്പെട്ട വലിയ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ 2 മക്കളിൽപ്പെട്ട ബഹുമാനപ്പെട്ട അഹ്മദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ദർസ് ചെയ്തിരുന്നത് ചോമ്പാല കുഞ്ഞിപ്പള്ളിയുടെ സമീപത്ത് അവിടെ കുഞ്ഞിപ്പള്ളിയിൽ ദർസ് നടത്തുകയും അങ്ങനെ ദർസ് നടത്തി അവിടെ താമസിക്കുന്നതിനിടയിൽ ആ ചോമ്പാല മഹലിൽ നിന്ന് ഒരു പ്രസിദ്ധമായ തറവാടിന്റെ പേര് വേണമെങ്കിൽ ഒക്കെ പിന്നെ നോക്കി പറയേണ്ടത്, അതായത് തറവാടിൽ നിന്ന് വിവാഹം കഴിക്കുകയും ആ വിവാഹത്തിൽ ചോമ്പാലയിൽ തന്നെ ജനിച്ചു വളർന്ന മഹാനാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീനുൽ മഖ്ദൂം അസ്സഗീർ എന്ന് പറയുന്ന ഫത്ഹുൽ മുഈനും തുഹ്ഫത്തുൽ മുജാഹിദീനും ഉൾപ്പെടെയുള്ള ലോകപ്രസിദ്ധ ഗ്രന്ഥങ്ങളുടെ ഗ്രന്ഥകർത്താവാവുന്ന ബഹുമാനപ്പെട്ട ചെറിയ മഖ്ദൂം തങ്ങൾ തന്റെ പിതാവാവുന്ന അഹ്മദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ദർസ് നടത്തുകയും ആളിയും മുദരിസുമായി അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് വിവാഹം കഴിക്കുകയും അതിൽ ജനിച്ച പുത്രനുമാണ് ബഹുമാനപ്പെട്ട മഖ്ദൂം, ചെറിയ മഖ്ദൂം തങ്ങൾ. ആദ്യകാലത്ത് തന്റെ പിതാവാവുന്ന അഹ്മദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്ന് തന്നെയായിരുന്നു മഹാനവർകൾ ഇൽമു പഠിച്ചിരുന്നത്. പക്ഷേ അധികകാലം മഹാനായ അഹ്മദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ജീവിച്ചിട്ടില്ല. മഹാനവറുകളുടെ വഫാത്തിന് ശേഷം പിതൃവ്യനായ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പൊന്നാനി മുദരിസും മഖ്ദൂമുമായിരുന്നു. വലിയ മഖ്ദൂം തങ്ങൾ വഫാത്തായ ശേഷം പൊന്നാനി പള്ളിയിലെ മഖ്ദൂമായി മുദരിസും ഖാദിയുമായി സേവനമനുഷ്ഠിച്ചിരുന്നത് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങളുടെ പിതൃവ്യൻ അഹ്മദുൽ ഗസാലിയുടെ സഹോദരനാവുന്ന അബ്ദുൽ അസീസ് മഖ്ദൂം തങ്ങളുടെ അടുത്താണ്. അവിടെ വെച്ച് മഹാനവറുകളുടെ ശിഷ്യത്വത്തിലാണ് മഹാനവറുകൾ വളർന്നു വന്നതും ലോകപ്രസിദ്ധനായതും എന്നല്ല ചില ആളുകൾ തെറ്റിദ്ധരിച്ച് മഖ്ദൂം തങ്ങളുടെ പിതാവ് തന്നെയാണ് അബ്ദുൽ അസീസ് മഖ്ദൂം എന്ന് വരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെ തന്റെ പിതൃവ്യനാവുന്ന അബ്ദുൽ അസീസ് മഖ്ദൂം തങ്ങളുടെ വഫാത്തിന് ശേഷം ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ പൊന്നാനിയിൽ ദർസ് നടത്തിയെങ്കിലും തന്റെ മാതൃഗ്രഹം ഉൾക്കൊള്ളുന്ന
മാഹിയിലെ ഇക്കടുത്തുള്ള ചോമ്പാല കുഞ്ഞിപ്പള്ളി മഹല്ലുമായി കൊണ്ടുള്ള ബന്ധം സ്ഥിരമായി കൊണ്ടു നടക്കുകയും അവിടെ വെച്ചാണ് മഹാനവറുകൾ വഫാത്തായതും പിതാവാവുന്ന ബഹുമാനപ്പെട്ട അഹമ്മദുൽ ഖസാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും ബഹുമാനപ്പെട്ട മഹ്ദൂമ് സയ്യിദി മഹ്ദൂമ് തങ്ങളും ചോമ്പാലയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്നുമാണ് വിശ്വാസയോഗ്യമായ ചരിത്രം. ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് മുഹമ്മദ് മുസ്ലിയാർ ഉൾപ്പെടെയുള്ള ചരിത്ര പണ്ഡിതന്മാർ അങ്ങനെയാണ് വിവരിച്ചിരിക്കുന്നത്. അതേസമയത്ത് വലിയ മഹ്ദൂമ് തങ്ങള് ആവുന്ന ഉപ്പാപ്പ അഹമ്മദ് ബിൻ അലി സൈനുദ്ദീൻ അൽ മഹ്ദൂമുൽ കബീർ മഹാനവറുകളും അദ്ദേഹത്തിന്റെ പുത്രനാവുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് മഹ്ദൂം തങ്ങളും ഒക്കെ പൊന്നാനിയിലാണ് മറവിട്ട് കിടക്കുന്നത്. അതേസമയത്ത് മുസന്നിഫാവുന്ന സൈനുദ്ദീൻ മഹ്ദൂം തങ്ങളും അവരുടെ പിതാവാവുന്ന അഹമ്മദുൽ ഖസാരി തങ്ങളും ചോമ്പാലയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്നാണ് ചരിത്രകാരന്മാർ പറഞ്ഞ വിശ്വാസയോഗ്യമായ ചരിത്രം. ഓക്കെ, പിന്നെന്താ അറിഞ്ഞിന് അതിനുള്ളൂ. കഅബ ഷരീഫിന്റെ പുതപ്പിന്റെ കഷ്ണം അതിന്റെ അവകാശികളെ ബന്ധപ്പെട്ട ആളുകളെ കൊടുത്താൽ, അതുപോലെ മറ്റ് ഹറമിൽപ്പെട്ട റൗള ഷരീഫിന്റെ ഉള്ളിലുള്ള റൗള ഷരീഫിന്റെ ഉള്ളിലുള്ള ബർക്കത്തുള്ള പൊടി, ഇത്തരം സാധനങ്ങൾ ഹറമിന്റെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് എന്തെങ്കിലും വിരോധമുണ്ടോ? അസ്സലാമു അലൈക്കും. പരിശുദ്ധമായ കഅബ ഷരീഫിന്റെ ഖില്ല സ്വഹാബത്തിന്റെ കാലം മുതൽക്ക് തന്നെ പുതിയ ഖില്ല ഇടുമ്പോൾ പഴയ ഖില്ല മാറ്റുകയും അത് അതിന്റെ കൈകാര്യകർത്താക്കൾക്ക് ബർക്കത്തിന് വേണ്ടി പലർക്കും കൊടുക്കുകയും അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗത്തേക്ക് അത് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഏർപ്പാട് സ്വഹാബത്തിന്റെ കാലം മുതൽക്കേ അറിയപ്പെടുന്നതാണ്. അതുകൊണ്ട് അത് അനുവദനീയമാണ് എന്ന് സൽഫുസാലിഹീങ്ങളുടെ നടപടിക്രമത്തിൽ നിന്നിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ നേരത്തെ ചോദ്യത്തിന്റെ ബാക്കിയായി മറ്റേ പൗദ്യത്യപ്പത്തിന് ഓർമ്മ വിട്ടുപോയതാണ്. ഇടയ്ക്ക് പിന്നെ എഴുതി ഞാൻ മൈക്ക് വിട്ടതിന്റെ ശേഷം എഴുതി. 2 ഷറഹുകളല്ല, മലയാളികളായ മഹാന്മാരായ 2 മഹത്തുക്കൾ ഫത്ഹുൽ മുഈനിന് ഷറഹ് എഴുതിയിട്ടുണ്ട്. അതോടുകൂടി ഹാഷിയായി പല മഹാന്മാരായ ഉലമാക്കളും ഫത്ഹുൽ മുഈൻ അത് നമുക്കിന്ന് വാങ്ങാൻ തന്നെ കിട്ടും. മഹാന്മാരായ കുട്ടിയാരി മുസ്ലിയാർ തുടങ്ങി മുൻഗാമികളായ പല ഉസ്താദന്മാരും ഹാഷി എഴുതിയ ആ ഹാഷിയോടുകൂടിയുള്ള ഫത്ഹുൽ മുഈൻ ഇന്ന് നമ്മുടെ നാട്ടിൽ വാങ്ങാൻ കിട്ടും. പക്ഷെ ഷറഹായി ഔദ്യോഗികമായി എഴുതിയ 2 ഉണ്ടെങ്കിലും അത് ഇന്ന് അച്ചടിയിലുള്ളതായി അറിയപ്പെടുന്നില്ല. ഫത്ഹുൽ മുഈന് ജാവക്കാരനാവുന്ന ഒരു മഹാൻ എഴുതിയ നിഹായത്തു സൈൻ ബിശറഹ് ഖുറത്തുൽ ഐൻ എന്ന മറ്റൊരു ഷറഹുണ്ട്. പക്ഷെ അത് ഫത്ഹുൽ മുഈനിന്റെ അല്ല, ഖുറത്തുൽ ഐനിന്റെ ഷറഹാണ്. അത് ഇന്ന് ലഭ്യമാണ്. അതേസമയത്ത് മലയാളികളായ 2 മഹത്തുക്കളായ ഉലമാക്കൾ ഫത്ഹുൽ മുഈനിന് ഷറഹ് എഴുതിയിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് മുഹമ്മദ് മുസ്ലിയാർ തന്റെ മലയാളത്തിലെ മഹാരഥന്മാർ എന്ന പുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് അച്ചടിയിലുള്ളതായിട്ട് അറിയുന്നില്ല. അച്ചടിയിൽ പല ഹാഷികളുമായിട്ട് ഉസ്താദന്മാർ എഴുതിയത് ഇന്ന് അച്ചടിയിൽ ലഭിക്കുന്നതുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ചോദ്യം ഉസ്താദേ, പിതാവ് മരണപ്പെട്ടു, പിതാവിന്റെ പേരിലുള്ള വീടും സ്ഥലവും മാതാവിന്റെ പേരിൽ മൊത്തമായി മാറ്റാനാകുമോ? ഇല്ലെങ്കിൽ എങ്ങനെയാണ് മക്കളുടെയും മാതാവിന്റെയും അവകാശം വിഹിതിക്കൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം. പിതാവ് മരിക്കുമ്പോൾ പിതാവിന്റെ കടം കഴിച്ച് ബാക്കി വരുന്ന സ്വത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയാവുന്ന ഈ മാതാവ് എന്ന് പറയുന്ന ആ മരിച്ചുപോയ വാപ്പന്റെ ഭാര്യക്ക് മക്കളുള്ളത് കൊണ്ട്, ബാപ്പക്ക് മക്കളുള്ളത് കൊണ്ട് ഭാര്യക്ക് 8/1 അവകാശമുണ്ടാവും. 8/1 വാപ്പയുടെ ആകെ മരിച്ചു കഴിയുമ്പോൾ കടം കഴിച്ച് ബാക്കിയുള്ള സ്വത്ത്, അത് വീടും പറമ്പും ഉൾപ്പെടെ ആകെ സ്വത്തിന്റെ 8/1 ഭാഗത്തിന്റെ അവകാശം ഉമ്മാക്കുണ്ട്. ബാക്കിയുള്ളത് ആൺമക്കളും പെൺമക്കളും 2 ഉണ്ടെങ്കിൽ ഒരു പെണ്ണിനൊരു ഒരി, ആണിന് 2 ഒരി എന്ന നിരക്ക്
ഒരാണിനെ 2 പെണ്ണായി ചിത്രീകരിച്ച്, ഉദാഹരണം 2 ആമക്കളും 2 പെൺമക്കളും ഉണ്ട് എന്ന് വെച്ചാൽ, ആ സ്വത്ത് ആൺമക്കളെ 2 ആമക്കളെ 4 പെണ്ണായിട്ടും 2 പെൺമക്കളെ 2 ആയിട്ടും 6 മക്കളായി കൂട്ടുക. എന്നിട്ട് ഓരോ പെൺമക്കളും ഓരോ ഓരി എടുക്കുക, ആമക്കൾ 2 ഓരി വീതവും എടുക്കുക. പക്ഷെ ഈ മക്കൾ ഓരി ചെയ്യുന്നതിന് മുമ്പ് ആകെ സ്വത്തിന്റെ 8/1 ഉമ്മാക്ക് അവകാശപ്പെട്ടതാണ്. രണ്ട് ചോദ്യം ചോദിച്ചിരുന്നു. റൗള ഷരീഫിന്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന ബർക്കത്തുള്ള പൊടിമണ്ണ് പുറത്തു കൊണ്ടുപോകുന്നതിനെ പറ്റി ഉസ്താദ് പറഞ്ഞിട്ടില്ല. സുഹൃത്തെ, പഠിക്കാൻ വേണ്ടി ചോദിക്കുകയാണോ അതല്ല എന്നെ അളക്കാൻ വേണ്ടി ചോദിക്കുകയാണോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. എന്നാലും ഞാൻ നേരത്തെ ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാകാൻ വേണ്ടി നേരത്തെ പറഞ്ഞതിൽ പെട്ടു. ഇനി ബുദ്ധിയുള്ളവർക്ക് സൂചന മതി. ബുദ്ധിയില്ലാത്ത അമുക്കുകൾക്ക് പരത്തി പറഞ്ഞതുകൊണ്ടായിട്ട് തിരിയുമില്ല. മനസ്സിലായില്ലേ? ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് മുതബറക്കായ വസ്തുക്കൾ ബറക്കത്തിന് വേണ്ടി എടുക്കലും കൊണ്ടുപോകലും ഉപയോഗിക്കലും സ്വഹാബ കിറാം റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലം തൊട്ട് സലഫുസ് സാലിഹീങ്ങളുടെ കാലം മുതൽ നടപ്പുള്ളതാണ്. അതിൽ പെട്ടതാണ് ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ. അത് മുൻഗാമികളായ സഹാബത്തും സലഫുസ് സാലിഹീങ്ങളും ചെയ്തു കാണിച്ചത് കൊണ്ട് അത് അനുവദനീയമാണ്. ഇനിയിപ്പോ അതിന് ഓരോന്നിന്റെ പ്രത്യേക പേരെടുത്ത് പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവുമോ? ഞാൻ നമ്മള് പിന്നെ ഈ സുന്നത്ത് ആയ കാര്യങ്ങൾ നമ്മൾ നേർച്ച ആക്കിയാൽ അതിന് ഫർളിന്റെ കൂലി കിട്ടും. ഉദാഹരണത്തിന് നമ്മള് സുന്നത്ത് നിസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ നിസ്കരിക്കുന്നതിന്റെ മുന്നേ നേർച്ച ആക്കിയെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ആ ഫർളിന്റെ കൂലി കിട്ടുക എന്നതാണ് ചോദ്യം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. സുന്നത്തായ അമലുകൾ നേർച്ചയാക്കുന്നത് കൊണ്ട് ഫർളാവും. ഫർളായാൽ അതിന്റെ ഫർളിന്റെ കൂലി കിട്ടും. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഫർളായി കഴിഞ്ഞാൽ എടുത്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതുമാണ്. നേർച്ചയാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ഉപേക്ഷിക്കാൻ പാടില്ല, ചെയ്യൽ ഫർളാവും. അതേ സമയത്ത് നേർച്ചയാക്കാതിരുന്നാൽ സുന്നത്താ ചെയ്താൽ കൂലി കിട്ടും, ഉപേക്ഷിച്ചാൽ കുറ്റം ഉണ്ടാവില്ല. നേർച്ചയാക്കിയാൽ ഫർളാവും, ഫർളായാൽ ചെയ്താൽ ഫർളിന്റെ കൂലി കിട്ടും, ഉപേക്ഷിച്ചാൽ ഫർള് ഉപേക്ഷിച്ച കുറ്റം ഉണ്ടാവും. അതാ പ്രശ്നം. സംഗതി നേർച്ചയായാൽ ഫർളാവും, ഫർളിന്റെ സുന്നത്തിന്റെ 70 ഇരട്ടി എന്ന് പറയുന്ന കൂലിയൊക്കെ കിട്ടും, പക്ഷെ ഉപേക്ഷിച്ചാൽ കുറ്റം ഉണ്ടാവും. അതാ പ്രശ്നം. അസ്സലാമു അലൈക്കും. ഉസ്താദെ, ഇത് വേറൊരു സുഹൃത്ത് ചോദിക്കാൻ പറഞ്ഞ ചോദ്യമാണ്. അതായത് കുഞ്ഞ് ജനിച്ചാല് അക്കീക്കത്ത് അറക്കേണ്ടതിന്റെ വിധി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ അതല്ലെങ്കിൽ എത്ര ദിവസത്തിന് ഏത് മൃഗം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉസ്താദ് ഒരു ചെറിയ രീതിയിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു കുഞ്ഞ് ജനിച്ചാൽ ആണായാലും പെണ്ണായാലും രക്ഷിതാവിന് സാമ്പത്തികമായി കഴിവുണ്ടെങ്കിൽ അഖീഖ അറുക്കൽ മുഅക്കദായ സുന്നത്താണ്. നേർച്ചയാക്കിയാൽ ഫർളാവും, നേർച്ചയാക്കാതിരുന്നാൽ സുന്നത്താണ്. അതാണ് അതിന്റെ അസുല് വിധി. അതായത് കുട്ടി ആണായാലും പെണ്ണായാലും പിതാവിന് സാമ്പത്തികമായ കഴിവ് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അവന്റെ കടങ്ങൾ കഴിച്ച് അവന്റെ ഹലാലായ സ്വത്തിൽ നിന്നും ഈ സ്ത്രീയുടെ നിഫാസ് കാലഘട്ടമാവുന്ന 60 ദിവസത്തിനുള്ളിൽ ഒരു ബലിമൃഗത്തെ വാങ്ങി അറുക്കാനുള്ള സാമ്പത്തിക ശേഷി ഈ രക്ഷിതാവിനുണ്ടെങ്കിൽ കുട്ടികളുടെ പേരിൽ അഖീഖ അറുക്കൽ സുന്നത്താണ്. അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഏറ്റവും ചുരുങ്ങിയത് ഒരു ആട്. അതിന്റെ മേപ്പോട്ട് മാടിനെ അറക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെയാവാം, ഒട്ടകത്തിനെ അറക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെയാവാം, ഒന്നിൽ കൂടുതൽ വേണമെങ്കിൽ എത്രയും ചെയ്യാം. പക്ഷേ ആടാണെങ്കിൽ ആൺകുട്ടികൾക്ക് 2 ആടും പെൺകുട്ടികൾക്ക് 1 ആടും എന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ അടിസ്ഥാനപരമായ സുന്നത്ത് ലഭിക്കാൻ
ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒരാടർത്താൽ സുന്നത്ത് കിട്ടും. മനസ്സിലായില്ലേ? പക്ഷേ പൂർണ്ണമായ സുന്നത്ത് ആൺകുട്ടിക്ക് 2 ആടും പെൺകുട്ടിക്ക് 1 ആടും എന്നതാണ്. അത് ഏറ്റവും ചുരുങ്ങിയ കോലാണ്. കൂടുതൽ എത്രയും ആവാം. ഒരാള് തനിക്കൊരു കുട്ടി ഉണ്ടായപ്പം നല്ല കഴിവുള്ള ആളാണ്, അതിലൊരു 10 ഒട്ടകം വാങ്ങിയിട്ട് അക്കീക്കത്ത് എന്ന നെയ്യത്തോടു കൂടിയാണ്ട് അർത്ഥം, അതിനൊക്കെ കൂലി കിട്ടും. മനസ്സിലായില്ലേ? താഴെയുള്ള ആള് ക്ഷമിക്കണം ഉസ്താദ്, ഒരു ചെറിയ സംശയമാണ് ഇപ്പൊ ചോദിച്ചതിന്റെ ഭാഗമായിട്ട് ചോദിക്കാനാണ്. അതായത് ഇപ്പൊ ഈ ഇങ്ങനെ അറുക്കണ ആട് നമ്മുടെ കുടുംബത്തിൽ മാത്രം വിതരണം ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് പുറത്തുള്ള ആളുകൾക്കും കൊടുക്കണം, അങ്ങനെ എന്തെങ്കിലും ഒരു വിധി ഇതിന്റെ ഭാഗമായിട്ടുണ്ടോ? അതല്ല നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് മാത്രമായിട്ടാണ് ഇത് വിഭജിക്കണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും കൂടി ഒന്ന് ഉസ്താദ് പറയണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഈ ചോദ്യകർത്താക്കളൊക്കെ ഇവിടെ പോയി ആകെ ഒരു ഇസ്ലാം ഫോറുണ്ട്, പിന്നെ ഏതാ വേറെ ഒരാളും. ഇതൊക്കെ വിശദമായി ഹഖീഖത്തും ഉളുഹിയ്യത്തും പ്രത്യേകമായി ക്ലാസുകൾ തന്നെ നടന്നു പോയതാണ്. ഇന്നലെ രാത്രിയോ അന്നാ തോന്നുന്നത് നമ്മളെ കോട്ടൂർ ഉസ്താദിന്റെ ഇത് സംബന്ധമായ ഒരു ക്ലാസ്സും ഉണ്ടായിരുന്നു. ആളുകളൊക്കെ ഇവിടെ പോയി ഒക്കെ മറ്റേ സാഹിത്യോത്സവമായിട്ടൊക്കെ പോയി തോന്നുന്നു. എന്നാലും 2 ആളെങ്കിലും 2 ആൾ ഇവിടെ ഉണ്ടല്ലോ ചോദിക്കാൻ. അൽഹംദുലില്ലാ, അത് ഖൈർ. ബാക്കിയുള്ളവരൊക്കെ കുറച്ച് ഐഡിയകൾ ഇരുന്നല്ലാതെ ആളിങ്ങനെ അപ്പുറത്ത് ഇതിനെക്കാട്ടിലും ഭംഗിയുള്ള എന്തോ പരിപാടി നടക്കുന്ന കാണണം, പച്ചർച്ചി തിന്ന പരിപാടിയോ മറ്റോ എന്തെങ്കിലും ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും ആളുകളൊക്കെ പുറത്ത് ഇവിടെ കാണാത്ത. ഏതായാലും സമയം ഉള്ളവർക്ക് വേണ്ടി പറയാം. മനസ്സിലായില്ലേ? ഇതൊക്കെ വിശദമായി തന്നെ നിങ്ങൾ സൈറ്റ് പോയി നോക്കിയാൽ ഇതൊക്കെ വിശദമായിട്ട് ഹഖീഖത്ത് ഉളുഹിയ്യത്ത് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഉണ്ട്. സുന്നത്തായതാണെങ്കിൽ അല്പമെങ്കിലും സദഖ കൊടുക്കണം, ബാക്കിയൊക്കെ സ്വന്തം കുടുംബത്തിലോ ബന്ധപ്പെട്ടവരിലോ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട ഒരാൾക്കെങ്കിലും അല്പമെങ്കിലും കൊടുക്കൽ വുജൂബാണ്. എന്നാൽ മുഴുവനും സദഖയായി ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഹൈർ. ഇനി 1/3 ഭാഗം സാധുക്കൾക്ക് സദഖയായി കൊടുക്കുകയും 1/3 ഭാഗം കഴിവുള്ള ആളുകൾക്ക് അതിയായി കൊടുക്കുകയും 1/3 താനും കുടുംബം എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ആവാം. മുഴുവൻ കൊടുക്കലാണ് ഏറ്റവും നല്ലത്. അതൊക്കെ സദഖയായിട്ട് കൊടുക്കുന്നതാണ് ഏറെ നല്ലത്. ഇനി കുറച്ച് സാധുക്കൾക്ക് സദഖയായിട്ടും കഴിവുള്ളവർക്ക് അതിയായിട്ട് കൊടുത്താൽ അങ്ങനെ വിരോധമില്ല. ഫർള് വിടാൻ ഒരു കുടുംബത്തിന് ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ ആവശ്യത്തിന് വേണ്ടുന്ന മാംസം സദഖയായി കൊടുത്ത് ബാക്കിയുള്ളത് മുഴുവനും അവനും കുടുംബവും എടുത്താലും ഉളുഹിയ്യത്തർത്ഥ അസ്ൽ കൂലി കിട്ടും. പക്ഷേ മുഴുവൻ സദഖ ചെയ്യലാണ് ഏറ്റവും നല്ലത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഞാൻ ഇന്നലെ മിനിഞ്ഞാൽ ചോദിക്കണമെന്ന് കരുതിയതായിരുന്നു. ഉസ്താദ് ക്ഷമിക്കണം, പറഞ്ഞതാണെങ്കിൽ. പ്രത്യേകിച്ച് ഈ ഉളുഹിയ്യത്ത് സമയമാണല്ലോ, അപ്പോൾ അത് നേർച്ചയാക്കിയ ഉളുഹിയ്യത്താണ്. അതിൻ്റെ കൂടെ ഹഖീഖത്ത് അറുത്താൽ അതിൻ്റെ കൂലി കിട്ടുമോ എന്ന് ശരിയാകുമോ അറിയാൻ വേണ്ടി, നേർച്ചയാക്കിയ ഉളുഹിയ്യത്തിൻ്റെ കൂടെ ഹഖീഖത്ത് സുന്നത്ത് ഹഖീഖത്തും കൂടിയും പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താ ആ ചോദ്യം തന്നെ എനിക്ക് മനസ്സിലായിട്ടില്ലേ? ഉളുഹിയ്യത്തിന്റെ കൂടെ ഹഖീഖത്ത് കാരണം എങ്ങനെ? രണ്ടുകൂടി ഒരു ദിവസം ഇറക്കുകയാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. ഒരു മൃഗത്തിന് ഉളുഹിയ്യത്തിന് നേർച്ചയാക്കി അത് പെരുന്നാളിന്റെ 4 ദിവസങ്ങളിൽ ഇറക്കാൻ പറ്റുള്ളൂ. ഉളുഹിയ്യത്തിന് അങ്ങനെ ഷർത്തുണ്ട്. പെരുന്നാളിന്റെ 4 ദിവസങ്ങൾ, വലിയ പെരുന്നാളിന്റെ അന്ന് ശേഷമുള്ള അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങൾ, ഈ ദിവസമേ ഉളുഹിയ്യത്ത് ഇറക്കാൻ പാടുള്ളൂ. ഹഖീഖത്ത് കുട്ടി ജനിച്ച അന്ന് മുതൽക്ക് കുട്ടിക്ക് പ്രായപൂർത്തിയാവുന്നതിന്റെ ഇടയ്ക്ക് എപ്പോ വേണമെങ്കിലും ഇറക്കാം. അത് പെരുന്നാളിന്റെ അന്നും ഇറക്കാം, അല്ലാത്ത അന്നും ഇറക്കാം. അതാണ് ആ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. ഉളുഹിയ്യത്ത് ഇറക്കുന്ന ഈ പെരുന്നാളിന്റെ 4 ദിവസങ്ങളിൽ ഉദാഹരണം ഒരു പോത്തിനെ അല്ലെങ്കിൽ ഒരു കാളനെ അല്ലെങ്കിൽ ഒരു ആടിനെ ഹഖീഖത്ത് ഇറക്കുന്നു, വേറൊരു പോത്തിനെ അല്ലെങ്കിൽ വേറൊരു കാളനെ അല്ലെങ്കിൽ വേറൊരു ആടിനെ ഉളുഹിയ്യത്തും ഇറക്കുന്നു. അതിനെന്താ കുഴപ്പം? അതല്ല, ഒരു മൃഗം ഹഖീഖത്തായി നേർച്ചയാക്കി അല്ലെങ്കിൽ ഉളുഹിയ്യത്തായി നേർച്ചയാക്കിയിരുന്നാ പിന്നെ വേറൊന്നിന് പറ്റൂല എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ നിങ്ങൾ ഈ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല.
അസ്സലാമു അലൈക്കും. ഉസ്താദ്, തസ്ബീഹ് നിസ്കാരത്തിനെ കുറിച്ചാണ് ചോദിക്കാനുള്ളത്. ഞാൻ തസ്ബീഹ് 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞിട്ട് സലാം വീട്ടി അത് കഴിഞ്ഞ് 3-ാമത്തെ റക്അത്ത് തുടങ്ങുമ്പോൾ ജുമായുടെ സമയമായി. അപ്പൊ ആ നിസ്കാരത്തിൽ നിന്ന് പിൻവിട്ട് ജുമായുടെ കുത്തുബ കേൾക്കാനിരുന്ന അതിന് ശേഷം അപ്പൊ ഇങ്ങനെ ഇത് സംഭവിച്ച തസ്ബീഹ് നിസ്കാരത്തില് ഇപ്പൊ ജുമാ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഇനി ഈ തസ്ബീഹ് നിസ്കാരം എനിക്ക് തുടർന്ന് നിസ്കരിച്ച് പൂർത്തിയാക്കാൻ പറ്റുമോ? അത് ഞാൻ ഒറ്റ ഇതിൽ തന്നെ തസ്ബീഹ് 4 റക്അത്ത് നിസ്കരിക്കണമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടരക്കാത്ത് നിസ്കരിച്ച് കഴിഞ്ഞപ്പോ ഖുതുബയുടെ സമയമായ പിന്നെ അവിടെ നിർത്തിവെച്ച് പിന്നെ കഴിഞ്ഞതിന് ശേഷം ബാക്കി 2 റക്അത്ത് നിസ്കരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതേ സമയത്ത് കാരണമില്ലാതെ 2 റക്അത്ത് നിസ്കരിച്ച് പോയി പിന്നെ വേറെ 2 റക്അത്ത്, അങ്ങനെയല്ല. 4 റക്അത്ത് ഒരു സലാമിലായിട്ടും ആവാം, 2 സലാമിലായിട്ടും ആവാം. എന്നാൽ മുവാലാത്ത് ഷർത്തില്ല. എന്നാൽ ആദ്യം 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിയ ഉടനെ തന്നെ ബാക്കി 2 റക്അത്ത് നിസ്കരിച്ചോളം എന്ന് ഷർത്തില്ല. നല്ലത് സൗകര്യമുള്ള സമയത്ത് അങ്ങനെയാണ്. ചോദ്യത്തിൽ പറഞ്ഞതുപോലെ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിയ പോത്തിന് ഖുതുബന്റെ സമയമായി. പിന്നെ അപ്പൊ സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ലല്ലോ. നിർത്തിവെച്ച് ജുമാ കഴിഞ്ഞതിന് ശേഷം ബാക്കി 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, ഒരു ചോദ്യം ചോദിക്കും ഉസ്താദ്. ഉസ്താദിന് ഒരിക്കൽ പ്രാവശ്യം മറുപടി പറഞ്ഞിരുന്നു, വിശദമായിട്ട് ഒന്നും കൂടി അറിയാൻ വേണ്ടി ഉസ്താദെ. അതായത് ഇവിടെ പിതാവ് ഉണ്ട്, സഹോദരനും ഉണ്ട്. ആ പിതാവിൻ്റെ മകള് കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു സാധാ മദ്രസ മുഅല്ലിമനാണ്. അവർക്ക് കഴിവില്ല എങ്കിൽ ഈ പിതാവ് ആ ഭർത്താവുള്ള സ്ത്രീക്ക് മകൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ എന്നതാണ്. അതേപോലെ സഹോദരൻ ഇവിടെയുണ്ട്, ആ പെൺകുട്ടി ഈ സഹോദരൻ്റെ പെങ്ങളാണ്, അവർക്ക് കൊടുക്കാൻ പറ്റുമോ എന്നതാണ്. പിന്നൊന്നിവിടെ മദ്ഹബ് മാലിക്കി മദ്ഹബിൽ ചില ആൾ പറഞ്ഞത് ഉസൂല് ഫുറൂഇന് കൊടുക്കാൻ പാടില്ല എന്നതുമാണ്. അപ്പോൾ പിന്നെ ഈ കഴിവ്, പെണ്ണുങ്ങൾക്ക് കഴിവില്ല എന്ന് തീരുമാനിക്കൽ ഭർത്താവിൻ്റെ കഴിവ് കൊണ്ടാണോ എന്നതും കൂടി അറിയണം ഉസ്താദ് ഒന്ന്. പിന്നൊന്ന്, ഈ പെണ്ണുങ്ങൾക്ക് ഉപ്പ കൊടുത്ത കാസിൻ്റെ സ്വർണം ഉണ്ട്, 10-50 പവനുണ്ട്. അത് ഉള്ളത് കൊണ്ട് ഈ പെണ്ണ് കുട്ടിയെ മിസ്കീനാക്കിയിട്ടോ ഫക്കീറായിക്കോ ആയി കാണാൻ പറ്റുമോ? ഒന്ന് ഉസ്താദ് വിശദീകരിച്ച് തന്നാൽ ഉപകാരമായിരിക്കും. ജസാക്കുമുല്ലാഹ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇങ്ങനെ ചോദിച്ചാൽ ആരും എഴുതിയേക്കേണ്ടി വരും. എന്തൊക്കെ നിങ്ങൾ ചോദിച്ചതെന്ന് എനിക്കേതായാലും ഓർമ്മയില്ല, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ചുരുക്കി പറഞ്ഞാൽ സക്കാത്ത് കൊടുക്കാൻ അവകാശപ്പെട്ട ഒരു വ്യക്തി താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്ക് തന്റെ സക്കാത്ത് കൊടുക്കാൻ പാടില്ല, അത് ഉറച്ചു. രണ്ടാമത്തേത്, സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട വ്യക്തികൾ ഇസ്ലാം ഖുർആൻ ശരീഫ് പറഞ്ഞ 8 വിഭാഗത്തിൽപ്പെട്ടവരാണ്. 1 ഫക്കീർ, 2 മിസ്കീൻ, 3 കടം കൊണ്ട് വലിയുന്നവർ. ഇങ്ങനെ തുടങ്ങിയ 8 വിഭാഗം പറഞ്ഞല്ലോ. ഈ 8 വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അവകാശിക്ക് വേണം കൊടുക്കാൻ. ഒരു പെണ്ണിന് ഭർത്താവുണ്ട്, ഭർത്താവ് ചെലവിന് കൊടുക്കുന്നുണ്ട്, അവളുടെ ജീവിതമാർഗം ഭർത്താവിന്റെ ചെലവ് കൊണ്ട് കഴിഞ്ഞു പോകുമ്പോൾ ആ പെണ്ണ് ഫക്കീറോ മിസ്കീനോ എന്ന നിലക്ക് വക്കാത്ത് വാങ്ങാൻ പാടില്ല. അതൊക്കെ എന്തിനാണ് ഇങ്ങനെ കുത്തിച്ചൊയ്യേണ്ട ആവശ്യം എന്താ? എനിക്ക് മനസ്സിലായില്ല. ഈ ഭർത്താവ് ഇയാൾ പെണ്ണിന് ചെലവ് കൊടുക്കണില്ലേ? ചെലവ് കൊടുക്കാൻ കഴിവില്ലെങ്കിൽ പുതിയാപ്പൾക്ക് കൊടുത്തോട്ടെ. പെണ്ണ് ഭർത്താവിന് വഴിപ്പെട്ട് അനുസരിച്ച് ജീവിക്കുന്ന കാലത്ത് പെണ്ണിന് വേണ്ട ചെലവ് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഭർത്താവിനാണ്. ഭർത്താവ് സാമ്പത്തികമായ കഴിവില്ലാത്തതിന്റെ പേര് അവൾ വിഷമിക്കുന്നില്ല, കഴിവില്ലാത്ത ഭർത്താവിനാണ് കൊടുക്കേണ്ടത്, പെണ്ണിനെല്ലാം. അതേസമയത്ത് പെണ്ണ് കടം കൊണ്ട് വലഞ്ഞവളാണെങ്കിൽ അവൾക്ക് സക്കാത്ത് വാങ്ങാൻ പറ്റും. അത് ഭർത്താവ് പെണ്ണിനെ കടം വീട്ടേണ്ട ഉത്തരവാദിയല്ല. അപ്പൊ ഫക്കീർ മിസ്കീൻ എന്ന നിലക്ക് സക്കാത്ത് വാങ്ങാൻ പെണ്ണ് അർഹയാവണമെങ്കിൽ അവൾക്ക് ചെലവ് കൊടുക്കാൻ നിർബന്ധമുള്ള ഭർത്താവ് പോലെയുള്ള നിർബന്ധപ്പെട്ട ആളുകളിൽ നിന്നിട്ട് ചെലവ് ലഭിക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഫക്കീർ മിസ്കീൻ എന്ന നിലക്ക് പെണ്ണിന് സക്കാത്ത് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പം പറഞ്ഞേക്ക് ഇയാൾക്ക് വലിയ കഴിവുണ്ട്, മകളുടെ ഭർത്താവ് മദ്രസ മൗലവിയാണ്, അയാളൊരു പാവപ്പെട്ടവനാണെന്ന് എഴുതിയിട്ട് ഇയാളുടെ സക്കാത്ത് മകൾക്ക് കൊടുക്കാൻ പറ്റൂല.
ഓള് വക്കീലോ മിസ്കീനോ ഒന്നുമല്ല. ഓളെ ഭർത്താവ് വക്കീലോ മിസ്കീനോ ആണെങ്കിൽ ആ നിലക്ക് ഭർത്താവിന് കൊടുത്തോട്ടെ. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ്, പിന്നെ ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്ന സംശയം, പക്ഷേ ഞാൻ പലരോടും ചോദിച്ചപ്പോൾ രണ്ട് മറുപടിയാണ് കിട്ടിയത്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ ഒരു 4 റക്അത്തുള്ള നിസ്കാരം നിസ്കരിക്കുമ്പോൾ അത് നമ്മൾ അത്യാവശ്യമായപ്പോഴാണ് നമുക്ക് ഓർമ്മ 3 ആണോ 4 ആണോ നിസ്കരിച്ചത്. അപ്പോൾ അത് ആ 3-ൽ തന്നെ ചുരുക്കാണോ വേണ്ടത്, അതല്ല 4ാമത്തെ റക്അത്ത് എണീറ്റ് നിസ്കരിക്കാണോ വേണ്ടത് എന്നുള്ളതാണ് എനിക്കത് ചോദിക്കാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് നിസ്കാരത്തിന്റെ അസറിൽ തന്നെ സംശയം, ഉദാഹരണത്തിന് ഞാൻ നിസ്കാരം നിസ്കരിച്ചണോ നിസ്കരിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം വന്നാൽ എന്താണ് ചെയ്യേണ്ടത്, അതും കൂടി അതിന്റെ കൂടെ പറഞ്ഞാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം. ഒരാള് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ 3-ാമത്തെ റക്അത്താണോ 4-ാമത്തെ റക്അത്താണോ എന്ന് സംശയിച്ചാൽ ഒരു റക്അത്ത് കൂടി നിസ്കരിക്കൽ വുജൂബാണ്. 3 ആവാം 4 ആവാന്ന സാധ്യതയാണല്ലോ. 3-ാമത്തതാണോ അതല്ല 4-ാമത്തതാണോ എന്ന് സംശയം വന്നാൽ 3-ാമത്തതാണ് എന്ന് തീരുമാനിച്ച് ഒരു റക്അത്ത് കൂടി നിസ്കരിക്കൽ വുജൂബാണ്. എന്നാൽ ഈ സംശയം അപ്പോഴും നിലനിൽക്കുന്നുണ്ട് എങ്കിൽ സലാം വീട്ടുന്നതിന് മുമ്പ് സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്ത്. കാരണം ഒരുപക്ഷെ നേരത്തെ തന്നെ നിസ്കാരം 4 ആയിരുന്നു, ഇപ്പോൾ 5-ാമത്തതാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടിട്ട് സഹ്വിന്റെ സുജൂദ് ചെയ്യാം. അതെല്ലാം കൃത്യം നേരത്തെ 3 ആയിട്ടുള്ളൂ, 4-ാമത്തതാണെന്നായാലും സുജൂദ് വേണം. കാരണം ഈ എഴുന്നേൽക്കുമ്പോൾ 4-ാമത്തതാണോ 5-ാമത്തതാണോ എന്നൊരു ഷെക്കുണ്ട്. അപ്പൊ എന്തായാലും 3-ാമത്തതോ 4-ാമത്തതോ എന്ന് സംശയം വന്നാൽ 3-ാമത്തതാണെന്ന് തീരുമാനിക്കുകയും ഒരു റക്അത്ത് കൂടി നിസ്കരിക്കുകയും അവസാനം സഹ്വിന്റെ സുജൂദ് ചെയ്യുകയും ചെയ്യേണ്ടതാവുന്നു. 1. 2-ാമത്തെ ചോദ്യം, ളുഹറിന്റെ വഖ്ത് കഴിഞ്ഞിട്ടില്ല, അതിന്റെ ഇടയ്ക്ക് ഒരു സംശയം, ഞാൻ ഇപ്പൊ നിസ്കരിച്ചില്ലേ എന്ന് സംശയമായാൽ നിസ്കരിച്ചു എന്ന് ഉറപ്പ് വരാത്തോടത്തോളം അവന്റെ കടമ വീടിയിട്ടില്ല. അപ്പൊ അവൻ ഉറപ്പ് വരുത്താൻ വേണ്ടി 2ാമത് നിസ്കരിക്കൽ വുജൂബാണ്. 2ാമത് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പം നിസ്കരിച്ചിട്ടുണ്ടാകാവുന്ന ഒരു സാധ്യത മാത്രമേ ഉള്ളൂ, ഉറപ്പില്ല. അങ്ങനെയാണെങ്കിൽ അസ്സലാമു അലൈക്കും. ഉസ്താദെ, എനിക്ക് ചോദിക്കാനുള്ളത്, പക്ഷികളുടെ കാഷ്ടം വസ്ത്രത്തിലായി കഴിഞ്ഞാൽ അത് നജസാണോ എന്നാണ്. അതായത് ധരിച്ചിട്ട് പുറത്തു പോകുമ്പോഴല്ല, അലക്കിയിട്ടിട്ട് നമ്മൾ എടുക്കാൻ ചെല്ലുമ്പോൾ അതില് പക്ഷികളുടെ കാഷ്ടമായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വസ്ത്രം ധരിക്കാൻ പറ്റുമോ? അത് ധരിക്കുന്നതിന് മുമ്പ് 2ാമത് അത് കഴുകണോ വേണ്ടേ എന്നുള്ളതാണ് അറിയേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. തീർച്ചയായിട്ടും പക്ഷിയുടെ കാഷ്ടം വസ്ത്രത്തിലായാൽ കഴുകൽ വുജൂബാണ്. ഒന്നായിട്ട് അലക്കിക്കൊള്ളണമെന്നില്ല, ആ ആയ സ്ഥലം കഴുകി വൃത്തിയാക്കൽ വുജൂബാണ്. പക്ഷികളുടെ കാഷ്ടം നജസാവുന്നു എന്ന് മാത്രമല്ല, ഷാഫി മദ്ഹബ് അനുസരിച്ച് എല്ലാ ജീവജാലങ്ങളുടെയും മലവും മൂത്രവും നജസാണ് എന്നാണ്. അത് പക്ഷിയായാലും മൃഗങ്ങളായാലും ഒക്കെ കണക്കാ. അപ്പൊ ആ ആയ സ്ഥലം കഴുകിയാൽ മതി, ഒന്നായിട്ട് വസ്ത്രം അലക്കിക്കൊള്ളണം എന്നില്ല. അത് വുജൂബാണ് താരം. ഈ ഖളായ നോമ്പ് പിന്നീട് നോൽക്കുമ്പോ അതിന്റെ നിയ്യത്ത് എങ്ങനെ ചെയ്യുന്നത് ഉസ്താദ് പറഞ്ഞു. അസ്സലാമു അലൈക്കും. ഖളാ ആയ നോമ്പ് കാരണം റമളാൻ മാസത്തിലെ നോമ്പാണെങ്കിൽ റമളാൻ മാസത്തിലെ ഫർളായ നോമ്പ് ഞാൻ നോൽക്കുന്നു എന്ന് കരുതിയാൽ മതി. ഖളാ വീട്ടുന്നു എന്ന് കരുതൽ സുന്നത്താണ്. കാരണം നിയ്യത്തിൽ അതാഓ ഖളാഓ എന്ന് വേർതിരിക്കൽ സുന്നത്തേ ഉള്ളൂ. എന്നാൽ ഫർളാണെന്നും റമളാൻ മാസത്തിലെ നോമ്പാണെന്നും വ്യക്തമാക്കണം, നിർണയിക്കുകയും ഫർളാണെങ്കിൽ ഫർള് എന്ന് കരുതുകയും ചെയ്യൽ നിർബന്ധമാണല്ലോ. അപ്പൊ റമളാൻ മാസത്തിലെ നോമ്പ് ഞാൻ നോറ്റു വീട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്താൽ മതി. ആ കൂട്ടത്തിൽ ഖളാ വീട്ടുന്നു എന്ന് കരുതിയാൽ സുന്നത്താണ്. ഇനി ഖളാ വീട്ടുന്നു എന്ന് കരുതാതെ വെറും കഴിഞ്ഞ റമളാൻ മാസത്തിലെ നോമ്പ്
നാളെ നോൽക്കാൻ ഞാൻ കരുതി എന്ന് നെയ്യത്ത് വെച്ചാലും, ഫർളായ നോമ്പ് നാളെ ഞാൻ നോൽക്കാൻ കരുതി എന്ന് നെയ്യത്ത് വെച്ചാലും മതി. ഖളാ കിട്ടുന്നു എന്ന് കരുതുന്നത് നല്ലതാണ്. ഖളാ കിട്ടുന്നു എന്ന് പ്രത്യേകം കരുതാതെ ആവാം. അതുപോലെ തന്നെ അതാവും അങ്ങനെ തന്നെ. മാസത്തിൽ ശരിക്കും നോൽക്കുന്ന സമയത്ത് ഞാൻ അതായി നോൽക്കുന്നു എന്ന് കരുതൽ സുന്നത്തേ ഉള്ളൂ. ഫർളാക്കപ്പെട്ട റംസാൻ എന്നുള്ള നാളത്തെ നോമ്പ് ഞാൻ നോൽക്കുന്നു എന്ന് കരുതിയാൽ ഫർള് വീടി, അതായി നോൽക്കുന്നു എന്ന് കരുതിയാൽ സുന്നത്ത് കിട്ടി. അത് ഖളാ കിട്ടുമ്പോൾ ഒത്രയേ ഉള്ളൂ. ആ ഖളാ എന്ന് പ്രത്യേകം വ്യക്തമാക്കൽ വുജൂബില്ല, വ്യക്തമാക്കിയാൽ നന്ന്. ഓക്കെ. അസ്സലാമു അലൈക്കും ഉസ്താദെ. ഇപ്പൊ നമ്മളെ ഈ ഓത്തിന്റെ സുജൂദില് ഇമാമ് സുജൂദ് ചെയ്തപ്പോ മഅ്മൂമിങ്ങൾ ചിലവര് സുജൂദ് ചെയ്തു, ചില ആളുകൾ സുജൂദ് ചെയ്തില്ല. അപ്പൊ ആ ചെയ്യാത്തവരെ നിസ്കാരം ബാത്തിലാകുക, അവരത് ഖളാ വീട്ടണോ, എങ്ങനെയാണ് അതിന്റെ മസ്അല എന്ന് അറിഞ്ഞ തിരക്കുന്നതിന്. അസ്സലാമു അലൈക്കും. ഇമാമ് ഖിറാഅത്ത് ഓതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തിലാവത്തിന്റെ സുജൂദിന്റെ ആയത്ത് പൂർത്തിയായപ്പോൾ ഇമാമ് സുജൂദ് ചെയ്തു. അത് അറിഞ്ഞുകൊണ്ട് മൗമൂമിങ്ങൾ സുജൂദ് ചെയ്യാതിരുന്നാൽ മൗമൂമിങ്ങളുടെ നിസ്കാരം ബാത്തിലാവും. അറിയാതെയാണെങ്കിൽ നിസ്കാരം ബാത്തിലാവുകയില്ല. പക്ഷേ സഹവിന്റെ സുജൂദിന്റെ കാരണങ്ങളിൽ പെട്ടതാണ്. എന്നാൽ ഇമാമിന്റെ കൂടെ തുടരുന്ന സമയത്ത് സഹവിന്റെ സുജൂദിന്റെ കാരണങ്ങൾ ഉണ്ടായാൽ ഇമാമ് ചുമക്കും. അതുകൊണ്ട് സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടതില്ല. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് ഇമാമ് തിലാവത്തിന് സുജൂദ് ചെയ്യുകയാണെന്ന് മൗമൂമിന് അറിയാം. അറിഞ്ഞുകൊണ്ട് ഇമാമ് സുജൂദ് ചെയ്തിട്ട് മൗമൂമ് സുജൂദ് ചെയ്യാതിരുന്നാൽ മൗമൂമിന്റെ നിസ്കാരം ബാത്തിലാവും, രണ്ടാമത് മടക്കി നിസ്കരിക്കൽ വുജൂബാവും. അതേസമയത്ത് അറിഞ്ഞില്ല. ചില ആളുകൾക്കൊക്കെ പറ്റുന്നുണ്ട്. ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് കേട്ടപ്പം ഇവർ റുക്കുവിൽ പോയി, ഇമാം റുക്കു ചെയ്യാണെന്നുള്ള ധാരണയിൽ. അങ്ങനെ ഇമാമ് സുജൂദ് കഴിഞ്ഞ് രണ്ടാമത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നൃത്തത്തിലേക്ക് വന്നപ്പോഴാണ് ഇവര്, അതായത് ഇമാം സമി അല്ലാഹു ലിമൻ ആണല്ലോ ഇത്തിദാലിക്ക് പോകുമ്പോ പറയാ, ഇത് അല്ലാഹു അക്ബർ പറഞ്ഞപ്പോഴാണ് ഇവൻ നോക്കുന്നത്. അപ്പൊ നോക്കുമ്പോ ഇമാമ് സുജൂദ് എന്നാ വരുന്നത്. അവിടെ നിസ്കാരം ബാത്തിലാവില്ല. കാരണം അത് മനഃപൂർവ്വമല്ല, മറന്നുകൊണ്ട് സംഭവിച്ചതാണ്. ഇമാമിനോട് തുടർന്ന സമയത്തായതുകൊണ്ട് ഇമാമ് ചുമക്കും. അറിഞ്ഞുകൊണ്ടാണെങ്കിൽ നിസ്കാരം ബാത്തിലാവും, രണ്ടാമത് മടക്കി നിസ്കരിക്കണം. അസ്സലാമു അലൈക്കും ഉസ്താദെ. ഞാൻ ചെന്നിട്ട് ഇമാമിനോട് ചേർന്നപ്പോ ഇമാമ് അവസാനത്തെ തഹിയ്യാത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്ത് കൈ കെട്ടിയിട്ട് അത്തഹിയ്യാത്തിലേക്ക് ഇരുന്നപ്പോഴത്തേക്കും ഇമാം സലാം വീട്ടി. അപ്പൊ എനിക്കറിയേണ്ടത്, ഒന്ന് അത്തഹിയ്യാത്ത് ഞാൻ സലാം ആകണ വരെ ഓതണോ വേണ്ടേ, അതല്ലെങ്കിൽ ഞാനിപ്പോ വേറെ ഒന്നും ചൊല്ലിയിട്ടില്ല. അപ്പൊ തിരിച്ചു എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് വജ്ജഹത്തൂല് തുടങ്ങാൻ പറ്റുമോ, അത് ഫാത്തിഹ കൊണ്ടാണോ തുടങ്ങണ്ടേ എന്നുള്ളതൊന്ന് ഉസ്താദ് പറഞ്ഞു തന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും സലാം. ഇമാമ് ഒടുക്കത്തയ്യാത്തിരിക്കുന്ന സമയത്ത് തക്ബീർ കെട്ടി ഉടനെ ഇരുത്തത്തിലേക്ക് ഇമാമിന് കൂടെ അത്തയ്യാത്തിരിക്കാൻ വേണ്ടി ചെന്നു ഇരുന്ന ഉടനെ ഇമാമ് സലാം വീട്ടിയാൽ പിന്നെ അവിടെ ഒന്നും ഓതാനും ചെല്ലാനും ഇരിക്കാൻ പാടില്ല. ഉടനെ നൃത്തത്തിലേക്ക് വരിക, ഫാത്തിഹ ഓതുക, വജ്ജത്ത് കഷ്ടപ്പെട്ടു. ഇമാമിന്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ അത്തയ്യാത്ത് ഓതാൻ സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓതുക, ഇല്ലെങ്കിൽ ഇമാമ് സലാം വീട്ടി കഴിഞ്ഞാൽ ഉടനെ എഴുന്നേൽക്കുക. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇരുത്തത്തിൽ പോയതിനു ശേഷം രണ്ടാമത് എഴുന്നേറ്റാൽ വജ്ജത്ത് ഓതാനുള്ള സമയം നഷ്ടപ്പെട്ടു. ഇനി ഫാത്തിഹ ഓതിയാൽ മതി, വജ്ജത്ത് ഓതൽ സുന്നത്തില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാറേ, എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ബംഗ്ലാദേശുകാരുണ്ട്. അവനോട് ഞാൻ കാര്യങ്ങളൊക്കെ നമ്മളെ നാട്ടിലെ സംഘടനാ വിഷയങ്ങളും മതപരമായ ചലനങ്ങളെല്ലാം ഞാൻ സംസാരിക്കാറുണ്ട്. അവൻ എന്നോട് തിരിച്ചും സംസാരിക്കാറുണ്ട്. അപ്പൊ കൂടുതൽ അവൻ പറഞ്ഞു, അവന്റെ നാട്ടില് ഇപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മണ്ണ് കൊണ്ടാണ് പഠിച്ചത് എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാരും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രകാശം കൊണ്ടാണ് പഠിച്ചത് എന്ന് വേറൊരു വിഭാഗം പണ്ഡിതന്മാരും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്തുകൊണ്ട് പഠിച്ചോ അതൊന്നും നമ്മൾ വിഷയമാക്കണ്ട, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താ വെച്ചാൽ അത് നടന്ന് മുന്നോട്ട് പോവുക എന്നത്, അങ്ങനെ ഒരു വിവാദം അവിടെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ
അങ്ങനത്തെ ഒരു വിവാദം ഇനി നമ്മുടെ പിൽക്കാലത്ത് കേരളത്തിലേക്കും വരുമോ? അല്ല അത് എങ്ങനെയാ, അത് അവരും നമ്മളും ഫോളോ ചെയ്യുന്നത് ഒരേ കിതാബുകളല്ലേ എന്ന് ഒന്ന് വിശദീകരിച്ചാൽ അന്നറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേരളത്തിൽ അങ്ങനെയുള്ള സംശയമൊന്നും വരൂല. കാരണം കേരളത്തിലെ ഇൽമുള്ള ഉലമാവിന്റെ നേതൃത്വം അവരുടെ മാർഗദർശനവും ധാരാളമായി ലഭിക്കുന്നു. മറ്റ് ബംഗ്ലാദേശ് തുടങ്ങിയ പല പ്രദേശങ്ങളിലും ഉലമാക്കൾക്ക് ഇതുപോലെയുള്ള സംഘടനകളോ സമുദായത്തിന്റെ നേതൃത്വമോ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം സാധാരണക്കാരായ ഇടയിൽ അത്തരം തർക്കങ്ങളൊക്കെ വരുന്നത് എന്ന് മനസ്സിലാക്കും. അതേസമയത്ത് കുറച്ച് ജമാഅത്തെ ഇസ്ലാമിന്റെ പുക നല്ല ഉള്ള സ്ഥലമാണ് ബംഗ്ലാദേശ്. അതുകൊണ്ടാണ് എന്തുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതില്ല, പറഞ്ഞതനുസരിച്ച് അമൽ ചെയ്താൽ മതി എന്ന് പറയുന്നത് ആ ജമാഅത്ത് ചിന്താഗതിയിൽ നിന്നിട്ട് വന്നതാണ്. അത് സുന്നി ചിന്താഗതിയല്ല. നമ്മൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം അത് ആദം നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട ആദം നബി അലൈഹി ഇസ്ലാമിനെ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ ആ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ സന്താനങ്ങളിൽപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഭൗതിക ശരീരം മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ടാണ് മദീന ഷരീഫിലെ അവിടുത്തെ പരിശുദ്ധമായിരിക്കുന്ന റൗദ ഷരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും എന്ന് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞതാണ്. എന്നാൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂർ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സൃഷ്ടിച്ചതാണ് എന്ന് പറഞ്ഞു. അത് ഈ ശരീരത്തിനെ പറ്റിയല്ല, അത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്നതിന്റെ കുറച്ചപ്പുറമുള്ള ഹഖീഖത്ത് മുഹമ്മദിയ എന്ന് പറയും. ഈ ഹഖീഖത്ത് മുഹമ്മദിയത്ത് എന്നതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂർ. അത് അല്ലാഹു തആല പ്രത്യേകമായ നൂറാനിയത്ത് കൊണ്ട് സൃഷ്ടിച്ചതാണ് എന്ന് പറയുന്നു. അപ്പോ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചതാണെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭൗതിക ശരീരം ആദം നബി അലൈഹി ഇസ്ലാമിനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചത് കൊണ്ട് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ സന്താനങ്ങളിൽ പരമ്പരകളിൽപ്പെട്ടവരൊക്കെ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. എന്നാൽ ഹഖീഖത്ത് മുഹമ്മദിയ എന്ന് പറയുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകമായ ആ ആസ്തിക്യം, യാഥാർത്ഥ്യം, അത് നൂറാനിയത്തുമാവുന്നു. ഉസ്താദ് ദേഷ്യം പിടിക്കരുത്, എനിക്ക് ശരിക്കും മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഉസ്താദ് പറഞ്ഞു ഇപ്പോ നമ്മൾ ദൂറിന്റെ നിസ്കാരത്തിന്റെ അതായ ദൂറിന്റെ സമയത്താണ് ഈ സംശയം ഉണ്ടാകുന്നതെങ്കിൽ ദൂറ് മടക്കി നിസ്കരിക്കണം എന്ന് പറഞ്ഞു. അത് നമ്മൾ അസറിന് നിൽക്കും, അസർ നിസ്കാരത്തിന്റെ സമയത്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് പിന്നെ ദൂറ് നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ അതിനും ആ മസല തന്നെയാണോ? അതൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിസ്കാരം ഫർളായ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഒരു മുസ്ലിമായ മനുഷ്യൻ നിസ്കരിച്ചു എന്ന് ഉറപ്പ് 100% ഉറപ്പോ അല്ലെങ്കിൽ ഒന്ന് മിക്കവാറും ധാരണയോ ഉണ്ടെങ്കിലേ അവന്റെ ഫർള് വീടുകയുള്ളൂ. അത് വരാത്തയിടത്തോളം ഞാൻ നിസ്കരിച്ചു എന്ന് പൂർണ്ണമായ ഉറപ്പോ അതല്ലെങ്കിൽ മിക്കവാറും നിസ്കരിച്ചുണ്ടാവും എന്നുള്ള മിക്കവാറുള്ള ധാരണയോ ഒന്നോ രണ്ടാലൊന്ന് ഇല്ലെങ്കിൽ ഫർള് വീടുകയില്ല. അപ്പൊ ആ ഫർള് വീടാൻ വേണ്ടിയിട്ട് നിസ്കരിക്കണം. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടല്ലോ? ഞാൻ നേരത്തെ മൈക്ക് എടുത്തിട്ട് DC ആയിപ്പോയതാണ്. കേൾക്കുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഉസ്താദ്, എനിക്ക് ചോദിക്കാനുള്ളത് ക്രാക്ക് സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. ഉസ്താദിന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയാം. ഇപ്പൊ നമ്മളിപ്പോ ഈ ബൈലക്സ് യൂസ് ചെയ്യുന്നത്, ബൈലക്സ് നമുക്ക് ഫ്രീ ആയിട്ട് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും ബൈലക്സ് മെസ്സഞ്ചർ. ഇപ്പൊ സപ്പോസ് ഇപ്പം ബൈലക്സ് മെസ്സഞ്ചർ യൂസ് ചെയ്യുന്നതിന് മുമ്പ് കമ്പനി പറയാണ് ഈ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ബൈലക്സ് സോഫ്റ്റ്വെയർ നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു നമ്പർ തരും. ആ നമ്പർ ഉപയോഗിച്ചിട്ട് മാത്രമേ ബൈലക്സിലേക്ക് കയറാൻ പറ്റൂ. ആ നമ്പർ കിട്ടണമെങ്കിൽ കമ്പനി പറയാണ് ഇത്ര കാശ് കൊടുത്താൽ മാത്രമേ ഈ നമ്പർ നിങ്ങൾക്ക് തരൂ, അങ്ങനെ മാത്രമേ ഈ ബൈലക്സിലൂടെ നിങ്ങൾക്ക് കയറാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തില് വേറൊരാള് എനിക്ക് നമ്പർ തന്നു, ഈ ബൈലക്സ് മെസ്സഞ്ചർ കാശ് കൊടുത്തിട്ട് കമ്പനി വിൽക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ച ആ നമ്പർ വേറൊരാൾ എനിക്ക് തന്നു. ആ നമ്പർ ഉപയോഗിച്ച് ഞാൻ ബൈലക്സ് മെസ്സഞ്ചറിലേക്ക് കയറി. അങ്ങനെ കയറി കഴിഞ്ഞിട്ട് ഉസ്താദിന്റെ ക്ലാസ്സും മറ്റുമൊക്കെ ഈ ബൈലക്സ് മെസ്സഞ്ചറിലൂടെ മറ്റുള്ളവർക്ക് കേൾപ്പിച്ചു കൊടുത്തു. അപ്പൊ ഇങ്ങനെ കേൾപ്പിച്ചു കൊടുത്തത് യഥാർത്ഥത്തിൽ
ഈ മെസ്സഞ്ചർ ആ കമ്പനിക്കാര് വിൽക്കാൻ വേണ്ടി വെച്ചതാണ്, ഈ നമ്പർ വിൽക്കാൻ വേണ്ടി. ഞാനതൊരു കള്ളത്തരത്തിലൂടെ അല്ലെങ്കിൽ വേറൊരാൾ ആ നമ്പർ തന്നത് കൊണ്ട് അതിലൂടെ ഞാൻ ഇതിലേക്ക് കയറുകയോ ആ ഉസ്താദിന്റെ ക്ലാസ് മറ്റുള്ളവരെ കേൾപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഈ കേൾപ്പിച്ചത് കൊണ്ട് എനിക്ക് ആഖിറത്തിൽ ഗുണം ഉണ്ടാവോ? ഈ കേൾപ്പിച്ചത് ഒരു കള്ളത്തരമാവോ? ഇതിൽ ഞാൻ കുറ്റക്കാരനാവോ എന്നാണ് എന്റെ ചോദ്യം. ഇത് മൊത്തത്തിലുള്ള ഒരു ക്രാക്ക് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ആയി വരും എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. ഉസ്താദിന് മനസ്സിലായിട്ടുണ്ടോ എന്ന് കരുതുന്നു. ഒരു വ്യക്തിയുടെ ഉടമയിലുള്ള വസ്തു അത് വാടകയ്ക്ക് ഉപയോഗിക്കുകയാണെങ്കിലും വിലക്ക് വാങ്ങുകയാണെങ്കിലും ആ വസ്തു അത് കമ്പനിയാവാം, വ്യക്തിയാവാം, സ്ഥാപനമാവാം ഒക്കെ ആവാം, അവരുടെ അറിവും അനുവാദവും ഇല്ലാതെ അതിനവർ നിശ്ചയിക്കുന്ന വാടകയോ വിലയോ നൽകാതെ കൃത്രിമ മാർഗത്തിലൂടെ അത് ഉപയോഗിക്കുന്നത് തെറ്റും കുറ്റകരവും ആവുന്നു. അത് അതിനിപ്പോ ഒരു ഉദാഹരണമായി ആണ് പൈലറ്റ് സെഞ്ചർ പറഞ്ഞത്. അതുപോലെ ഏതൊരു വസ്തു, ഉദാഹരണം ടെലിഫോണ്, മൊബൈല്, അതുപോലെ പല സാധനങ്ങളുണ്ട്. ഒരു കമ്പനി അതിനൊരു നിശ്ചിത ഫീസ്, ഒരു മിനിറ്റിന് ഇത്ര രൂപ എന്ന് വാടക നിശ്ചയിക്കുന്നു. ആ നിശ്ചയിച്ച വാടക അവർക്ക് കൊടുത്തുകൊണ്ട് അതിനവർ സ്വീകരിച്ച മാർഗം അവലംബിച്ചുകൊണ്ട് മാത്രം അത് ഉപയോഗിക്കലേ നമുക്ക് ഹലാലാവൂ. അതില്ലാതെ കൃത്രിമ മാർഗം ഉപയോഗിച്ചുകൊണ്ട് നാം അത് ഉപയോഗപ്പെടുത്തുമ്പോൾ ഹൈറായ കാര്യത്തിന് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ പോലും അത് തെറ്റാവുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാളുടെ ഉടമയിൽപ്പെട്ട ഒരു വീട്ടിൽ അതല്ലെങ്കിൽ ഒരു ഭൂമിയിൽ നമുക്ക് നിസ്കാരത്തിന്റെ സമയമായി, ഫർളായ നിസ്കാരമാണ്, ആവിൽ കയറി നമ്മൾ നിസ്കരിച്ചു 4 റക്അത്ത്. അള്ളാഹ് ഫർളാക്കിയ ഇബാദത്താവുന്ന നിസ്കാരമാണ്. പക്ഷേ അന്യ ഒരാളുടെ ഉടമയിൽപ്പെട്ട സ്ഥലമാവുമ്പോൾ അയാളുടെ അനുവാദവും അറിവും ഇല്ലാതെ, അല്ലെങ്കിൽ അയാൾക്കത് സന്തോഷവും തൃപ്തിയും ആകും എന്ന ധാരണയില്ലാതെ അവിടെ കയറിയതും അവിടെ വെച്ച് നിസ്കരിച്ചതും രണ്ടും ഹറാമാവുന്നു. നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഫർളായ അമലാണ് എന്ന് വെച്ചിട്ട് കാര്യമില്ല. അന്യൊരാളുടെ ഉടമയിലുള്ള സ്ഥലത്ത് വെച്ചാവുമ്പോൾ അയാളുടെ അനുവാദവും അറിവും ഉണ്ടായിരിക്കണം. എന്നതുപോലെ വിൽപ്പനക്ക് വെച്ചതോ വാടകയ്ക്ക് വെച്ചതോ ആയിരിക്കുന്ന വസ്തു ഉപയോഗിക്കാൻ ആ വസ്തുവിന്റെ ഉടമക്കാരൻ, വാടകക്കാരൻ നിശ്ചയിച്ച വിലയോ വാടകയോ കൊടുക്കാതെ ഉപയോഗിക്കാൻ പാടില്ല. അതിൽ കൃത്രിമ മാർഗം ഉപയോഗിക്കുന്നത് തെറ്റും കുറ്റവുമാവുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. മൈക്ക് മേലെയുള്ളവർ ചാടിയത് ക്ഷമിക്കണം, ഞാൻ അസറിന്റെ സമയമായതുകൊണ്ടാണ്. ഇവിടെ റിയാദില് ഒരു PM വന്ന ചോദ്യമാണ് ഉസ്താദ്. കർണാടകയിൽ നിന്നുള്ള ഒരാളാണ് ചോദിക്കുന്നത്. അവരുടെ നാട്ടില് മട്ടനും ചിക്കനും മാത്രമേ അറക്കാൻ പറ്റൂ, ആടിനെയും കോഴിയെയും മാത്രമേ അറക്കാൻ അനുവദിക്കുന്നുള്ളൂ, മാടുകൾ അറക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോ അവർ സാധാരണ ചെയ്യാറ് മാടിനെ അറക്കേണ്ടി വരുമ്പോ രാത്രി കാലങ്ങളിലോ മറ്റോ കാട്ടിലൊക്കെ പോയിട്ട് അങ്ങനെ അറുത്തുകെട്ടാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ അറുത്തത് അക്കീക്കയായിട്ടും ഉലഹിയത്തായിട്ടും ഒക്കെ പരിഗണിക്കുമോ എന്നാണ് ചോദ്യം. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ലേ? നമ്മളെ നാട് എന്ന് പറഞ്ഞാലേ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളും അതിൽ വലിയൊരു ഭാഗം, എല്ലാവരും ഇല്ലെങ്കിൽ വലിയൊരു ഭാഗം ഈ പശുവിനും കാളനെയും ഒക്കെ പടച്ചോനായിട്ടും അമ്മയായിട്ടും ഒക്കെ കാണുന്നവരാണല്ലോ. അപ്പൊ അവരുടെ ദൃഷ്ടിയിൽ ഒരു പുണ്യവസ്തു ആയതുകൊണ്ട് അത് അറക്കാൻ പാടില്ല ഓര് വിശ്വസിക്കുന്നത്. നമുക്ക് ആ വിശ്വാസമൊന്നും ഇല്ലെങ്കിലും നാട്ടിന്റെ സാമൂഹ്യ അന്തരീക്ഷം കലുഷിതമാക്കാതിരിക്കാനും സൗഹാർദ്ദം നിലനിൽക്കാനും നമ്മളൊക്കെ ഒന്നായി ശ്രമിക്കുകയാണ് വേണ്ടത്. കാരണം എന്താന്ന് വെച്ചാൽ പോത്തുമോരി അറക്കൽ ഫർളാണെന്നൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ലല്ലോ, ഹലാലാണെന്നാ പറഞ്ഞത്. അത് അവരുടെ വിശ്വാസപ്രകാരം തെറ്റായതുകൊണ്ട് നമ്മൾ നാട്ടിൽ കുഴപ്പമുണ്ടാവണ്ട എന്ന നിലക്ക് പരസ്യമായി അറക്കുന്നതിനെ ഒഴിവാക്കുന്നത് നല്ലത് തന്നെ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മറ്റാരെയും അറിയിക്കാതെ സ്വകാര്യമായിട്ട് രാത്രി കാലങ്ങളിൽ എവിടെയെങ്കിലും വെച്ച് സ്വകാര്യമായി അറക്കുമ്പോ ബാക്കി ഷർത്തുകളൊക്കെ 2 വയസ്സൊത്തതാണ്, 2 വയസ്സ് കഴിഞ്ഞതാണ്, ഹൈബൊന്നും ഇല്ലാത്തതാണ്, ഇങ്ങനെയുള്ള ഷർത്തുകളൊക്കെ ഒത്തൊരു മൃഗത്തിനെ നിയമപ്രകാരം നിയ്യത്തോടുകൂടി ഉദൂഹിയത്ത് കരുതിയോ അല്ലെങ്കിൽ അക്കീഖത്ത് കരുതിയോ അർത്താൽ അതുകൊണ്ട് കടമ വീടും കൂലി കിട്ടും. പരസ്യമായി ചെയ്താൽ നാട്ടിൽ കുഴപ്പവും അതുപോലെ സാമുദായ സംഘർഷവും ഉണ്ടാവും എന്ന് പേടിച്ചിട്ട് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്വകാര്യമായ അർത്ത് അതുകൊണ്ട്
സുന്നത്ത് കിട്ടാതിരിക്കുന്നതല്ല. ഇനി തന്നെയല്ല ഉലൂഹിയത്തിനും അഖീഖത്തിനും ഒക്കെ ആട് പറ്റുമല്ലോ, ആ ആടർത്താലും മതി. കഴിയുന്നതും നാട്ടിൽ സംഘർഷവും കുഴപ്പവും ഒഴിവാക്കുന്ന മാർഗങ്ങൾ സ്വീകരിക്കുന്നതാണ് നല്ലത്. അസ്സലാമു അലൈക്കും. ഉസ്താദെ, എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മ വീടുകളിൽ കിടക്കുന്ന ദിശ എങ്ങോട്ടായിരിക്കണം എന്നതിന് വ്യക്തമായ മാർഗനിർദ്ദേശം ഇസ്ലാമിലുണ്ടോ? കാരണം ചിലര് പറയണത് എഴുന്നേക്കുമ്പോ പടിഞ്ഞാറ് കിബില കാണുന്ന രീതിയിലായിരിക്കണം, അപ്പൊ കാല് കിബിലക്ക് വെച്ചിട്ട് കിടക്കണം. ചിലർ പറയണത് അതല്ല, തല കിബിലയുടെ ഭാഗത്തായിട്ട് കിടക്കണം, അപ്പൊ എഴുന്നേക്കുമ്പോ കിഴക്ക് ഭാഗത്തോട്ട് അല്ലെങ്കിൽ ആ ഒരു ദിശയിലേക്ക്. അപ്പൊ ഇസ്ലാമിൽ അങ്ങനെ പ്രത്യേകമായിട്ട് സുന്നത്തായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്ന് ഉസ്താദ് പറഞ്ഞു തരണം. പിന്നെ ഒരു ദുആ വസിയത്തും കൂടി ഉണ്ട്, മാതാപിതാക്കളുടെ ആരോഗ്യത്തിനായിട്ട് ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ ദുആയിൽ ഉൾപ്പെടുത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇസ്ലാമിൽ എല്ലാ കാര്യങ്ങൾക്കും നിർദ്ദേശമുള്ളതുപോലെ കിടന്നുറങ്ങുന്നതിനും നിർദ്ദേശമുണ്ട്. അതായത് ഒരാൾ കിടന്നുറങ്ങുമ്പോ 3 രീതി സുന്നത്തായിട്ടുണ്ട്. ഏറ്റവും നല്ലത് നമ്മുടെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ വടക്കോട്ട് തലയും തെക്കോട്ട് കാലുമായിട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കുക, അതായത് വലതുവശം ചെരിഞ്ഞു കിടക്കുക. അതാണ് ഏറ്റവും ഉത്തമമായ രീതി. ഇനി അതല്ലെങ്കിൽ തല തിരിച്ച് തെക്കോട്ട് തലയും വടക്കോട്ട് കാലും വെച്ചിട്ട് കിബിലക്ക് അഭിമുഖമായി കിടക്കുക. അപ്പോൾ ഇടതുവശം ചെരിഞ്ഞു കിടക്കലാവും. ഏറ്റവും നല്ലത് വലതുവശം ചെരിഞ്ഞു കിടക്കലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇടതുവശം ചെരിഞ്ഞു കിടക്കുക. രണ്ടായാലും കിബിലക്ക് അഭിമുഖമായി കിടക്കുക. മൂന്നാമത്തെ രീതി കിബിലയുടെ ഭാഗത്തേക്ക് കാലും മുഖവും കിട്ടുന്ന നിലക്ക്, എന്ന് പറഞ്ഞാൽ ഉള്ളം കാല് കിബിലയുടെ നേരെയാക്കി അതിന്റെ എതിർ ദിശയിലേക്ക് തല വെച്ച് തലേണി വെച്ച് മലർന്നു കിടക്കുക. അങ്ങനെ വരുമ്പോൾ മുഖത്തിന്റെ മുൻഭാഗവും ഉള്ളം കാലും കിബിലയിലേക്ക് കിട്ടും. ഈ 3 രീതിയാണ് സുന്നത്തായ രീതി. ഏറ്റവും ഉത്തമം വലതുവശം ചെരിഞ്ഞു കിടക്കുക കിബിലക്ക് അഭിമുഖമായി. രണ്ടാമത്തേത് ഇടതുവശം ചെരിഞ്ഞു കിടക്കുക കിബിലക്ക് അഭിമുഖമായി. മൂന്നാമത്തേത് കിബിലയുടെ നേരെ ഉള്ളം കാലും തലേണി വെച്ചിട്ട് മുഖത്തിന് മുമ്പാവും കിബിലക്ക് കിട്ടുന്ന നിലക്ക് കിടക്കുക. ഈ 3 രീതിയും സുന്നത്താണ്. എഴുന്നേൽക്കുമ്പോൾ എങ്ങനെയാവണം എന്നതല്ല നിർദ്ദേശം, കിടക്കേണ്ട രീതി എങ്ങനെയാണ് എന്നതാണ്. ഇങ്ങനെ 3 രീതിയും സുന്നത്താവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാധാ നമ്മൾ മുസ്ഹഫ് ഖത്തം തീർക്കുമ്പോൾ തിലാവത്തിന്റെ സുജൂദ് വരാറുണ്ട്. ഈ സുജൂദ് നമ്മൾ ചെയ്യാതെ ഖുർആൻ ഖത്തം തീർത്ത് കഴിഞ്ഞാൽ അതിന്റെ വല്ല ഗൗരവവും അല്ല, അത് ചെയ്തു പോയാൽ അതിന്റെ ഗുണങ്ങളും എന്താണെന്ന് ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാൻ പറ്റും. അതേമാതിരി ഉസ്താദേ, മറ്റ് പലരും സുജൂദ് ചെയ്യുമ്പം ഖുർആൻ നിലത്ത് വെച്ച് സുജൂദ് ചെയ്യുന്നതോ അല്ല ഒരു കയ്യിൽ പിടിച്ച് മറ്റേ കൈ കൊണ്ട് സുജൂദ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ഇതിന്റെ എല്ലാം നിലപാടുകൾ എന്തായിരിക്കുമെന്ന് അറിയാൻ ഉദ്ദേശിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. തിലാവത്തിന്റെ സുജൂദ് 30 ജുസ്ഇലായി 14 സുജൂദുകൾ മുഅക്കദായ സുന്നത്താണ്. വളരെ പ്രബലമായ സുന്നത്തായതുകൊണ്ട് അത് ഉപേക്ഷിക്കൽ കറാഹത്താണ്. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം, ഇബ്ലീസുൽ ലഈന് ഏറ്റവും കൂടുതൽ ദുഃഖം പ്രകടിപ്പിച്ച് വിഷമത്തോടുകൂടി തലയിൽ മണ്ണ് വാരിയിട്ട് കരഞ്ഞുകൊണ്ട് അവൻ പറയും, എന്നോട് അള്ളാഹു സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ ഞാൻ സുജൂദ് ചെയ്തില്ല, അത് കാരണം എനിക്ക് നരകമാണ് ലഭിക്കുന്നത്. മനുഷ്യനോട് അള്ളാഹു സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ സുജൂദ് ചെയ്തു, അവൻ അതുകൊണ്ട് സ്വർഗം ലഭിക്കും എന്ന് പറഞ്ഞ് തലയിൽ മണ്ണ് വാരിയിട്ട് കരയും എന്ന് ഹദീസിലുണ്ട്. അപ്പൊ ഇബ്ലീസിന് ഏറ്റവും വെറുപ്പുള്ളതും അള്ളാഹുവിന്റെ അടുക്കൽ വളരെ പ്രതിഫലം ലഭിക്കുന്നതുമായ ഒരു പുണ്യപ്പെട്ട സ്വാലിഹായ അമലാണ് തിലാവത്തിന്റെ സുജൂദ്. അത് മനഃപൂർവ്വം ഉപേക്ഷിക്കൽ കറാഹത്താണ്, ചെയ്യൽ മുഅക്കദായ സുന്നത്തും ആകുന്നു.
സുജൂദ് ചെയ്യുമ്പോൾ സാധാരണ നിസ്കാരത്തിന്റെ സുജൂദ് പോലെ തന്നെയാണ് സുജൂദ് ചെയ്യേണ്ടത്. നിസ്കാരത്തിലല്ലാത്ത സമയത്താണെങ്കിൽ തിലാവത്തിന് സുജൂദ് ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് അല്ലാഹു അക്ബർ എന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി, അത് രണ്ടും നിർബന്ധം. അതിനുശേഷം സുജൂദിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലൽ സുന്നത്ത്, സുജൂദിൽ തസ്ബീഹ് ചൊല്ലൽ സുന്നത്ത്, രണ്ടാമത് തല ഉയർത്തുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലലും സുന്നത്ത്. എന്നിട്ട് ഉടൂൽ അത്തഹിയ്യാത്തിൽ എന്നതുപോലെ ഇരുന്ന് സലാം വീട്ടൽ വുജൂബ്. ഒരു സലാം വീട്ടൽ വുജൂബ്, മുഖം വലത്തോട്ട് തിരിക്കലും, രണ്ടാമത്തെ സലാം വീട്ടലും മുഖം വലത്തോട്ട് തിരിക്കലും സുന്നത്ത്. അപ്പൊ നിയ്യത്ത് ചെയ്യലും തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യലും സുജൂദ് ചെയ്യലും സുജൂദിൽ ഉയർന്നതിനു ശേഷം സലാം വീട്ടലും നിർബന്ധമാണ് നിസ്കാരത്തിലല്ലെങ്കിൽ. നിസ്കാരത്തിലാണെങ്കിൽ അതൊന്നും വേണ്ട, നേരെ സുജൂദിലേക്ക് പോയി തസ്ബീഹ് ചൊല്ലി രണ്ടാമത് തക്ബീറോടുകൂടി നൃത്തത്തിലേക്ക് വന്നാൽ മാത്രം മതി. ചില ആളുകൾ ഒരു കൈ മാത്രം കുത്തി ഒരു കൈയിൽ മുസാഫ് പിടിച്ചുകൊണ്ട് സുജൂദ് ചെയ്താൽ സുജൂദ് ഷാഫി മദ്ഹബ് അനുസരിച്ച് സുജൂദ് ശരിയാവുന്നതല്ല. കാരണം 7 അവയവങ്ങൾ നിലത്ത് വെക്കൽ വുജൂബായതിൽ 2 ഉള്ളം കൈകളുടെ പള്ളയിൽ നിന്ന് അല്പം വീതം വെക്കണം, 2 കാൽവിരലുകളുടെ പള്ളയിൽ നിന്നും 2 കാൽമുട്ടുകളും നെറ്റിയും അല്പമെങ്കിലും നിലത്ത് വെക്കൽ വുജൂബാണ്. നിലത്ത് ആ വെപ്പിന് മുസാഫ് ഇടൽ ബഹുമാനക്കുറവുമാണ്. അതുകൊണ്ട് ഒരു പക്ഷേ വല്ല മുസല്ല പോലത്തെ എന്തെങ്കിലും ബഹുമാനിക്കപ്പെടുന്ന വിരിക്കുകയോ അല്ലെങ്കിൽ അല്പം ഉയരമുള്ള സ്ഥലത്ത് ബഹുമാനപൂർവ്വം മുസാഫ് വെക്കുകയോ ചെയ്തുകൊണ്ട് കൈ രണ്ടും നിലത്ത് ഉള്ളം കൈ നിലത്ത് വെച്ചുകൊണ്ടുള്ള സുജൂദ് ചെയ്യുകയാണ് വേണ്ടത്. ഇനി അതിന് സൗകര്യമില്ലെങ്കിൽ മുസാഫ് കക്ഷത്ത് വെച്ച് 2 കൈയും താഴെ കുത്തിക്കൊണ്ട് സുജൂദ് ചെയ്യണം. ഇനി അതൊന്നും അല്ലാതെ ഉള്ളം കൈയിന്റെ പള്ളയിൽ നിന്നിട്ട് അല്പം വെച്ചുകൊണ്ട് തന്നെ കയ്യിൽ മുസാഫ് പിടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താലും വിരോധമില്ല. നിസ്കാരത്തിന്റെ സുജൂദ് പോലെ തന്നെ സുജൂദ് ചെയ്തിരിക്കണം. വുളു വേണം, ഔറത്ത് മറിഞ്ഞിരിക്കണം, നജസിൽ നിന്ന് ശുദ്ധിയാകണം, ഖിബ്ലക്ക് മുന്നിടണം തുടങ്ങിയ ഷർത്തുകളൊക്കെ തിലാവത്തിന്റെ സുജൂദിനും ബാധകമാവുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം ക്ലിയർ ആയി കേൾക്കുന്നുണ്ടോ? ശബ്ദം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഉസ്താദ്, എൻ്റെ സംശയം, ഇപ്പോൾ നേരത്തെ ഉസ്താദ് പറഞ്ഞു കിടക്കുമ്പോൾ ഉള്ളങ്കാൽ കിബിലയിലേക്ക് വെച്ച് കിടക്കാം എന്നുള്ളൊരു ഇത് അതുപോലെ തന്നെ പള്ളികളിൽ ഇരുന്ന് ഖുർആൻ ഓതുന്ന സമയത്ത് പലപ്പോഴും പിന്നെ ഉള്ളങ്കാല് കിബിലയിലേക്ക് നീട്ടിയിരുന്ന് ഖുർആൻ ഓതുന്ന സമയത്ത് ചില ആളുകൾ വന്നിട്ട് അത് തടസ്സപ്പെടുത്താറുണ്ട്, അങ്ങനെ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഒരു വിശദീകരണം, അതിൻ്റെ ഹുക്കം എന്താണെന്ന് അറിയണം. പിന്നെ ഉസ്താദ്, ഒരു ദുആ വസിയത്താണ്, അതായത് കുറെ നാളുകളായി ഗൾഫിൽ, ഇനിയിപ്പോൾ നാട്ടിൽ പോയി ഒരു ചെറിയൊരു കച്ചവടമൊക്കെ തുടങ്ങി നാട്ടിൽ നിൽക്കാൻ ആഗ്രഹമുണ്ട്. അപ്പം അതിൻ്റെ ചില പ്രാരംഭ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം ഹൈറാവാനും ഹലാലായ മാർഗത്തിൽ കച്ചവടം ചെയ്യുവാനും, അതുപോലെ തന്നെ പ്രായമായ ഉമ്മയും വാപ്പാക്കും കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് ആരോഗ്യം പഠിച്ചവൻ വീണ്ടെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പൊരുത്തത്തിന്റെ മാർഗത്തിൽ അവന്റെ ത്വാഅത്തിലായി ആഫിയത്തോടു കൂടിയ ദീർഘായുസ് ആ മാതാപിതാക്കളും അതുപോലെ നമ്മൾക്കും അല്ലാഹു തആല നൽകുമാറാകട്ടെ. ഹലാലായ മാർഗത്തിൽ തൊഴിലെടുത്തോ കച്ചവടം ചെയ്തോ ഒക്കെ ജീവിക്കാനുള്ള ഹൈറായ വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു നൽകുമാറാകട്ടെ. ചെയ്യുന്ന ഏർപ്പാടുകളിലും ബിസിനസ്സുകളിലും തൊഴിലിലുമൊക്കെ അല്ലാഹു തആല റാഹത്തും സന്തോഷവും ബറക്കത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖിബിലയിലേക്ക് കാല് നീട്ടി കിടക്കൽ സുന്നത്താണ് എന്നത് ശരിയാണ്. പക്ഷേ പള്ളിയിൽ ഇരുന്ന് ഖിബിലയിലേക്കുള്ള കാല് നീട്ടി വെച്ചിരുന്നു കൊണ്ടുള്ള ഓത്ത് 2 നിലക്ക് നല്ലതല്ല. ഒന്ന്, കാല് നീട്ടി വെച്ചുകൊണ്ടിരുന്ന് ഓതുന്ന ഓത്ത് ഖുർആൻ ശരീഫ് ഓതുന്ന ആദാബുകളിന് എതിരാണ്. സാധിക്കുമെങ്കിൽ അത്തഹിയ്യാത്തിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കുക, അതല്ലെങ്കിൽ ചമ്രം പടിഞ്ഞിരിക്കുക, ഇങ്ങനെയുള്ള ഇരുത്തമാണ് നല്ലത്. അതേസമയത്ത് കാല് ഖിബില കൊള്ളച്ച് നീട്ടി വെച്ചിരിക്കുന്നത് ഒരു അദബ് കുറവ് ഉണ്ട്. പക്ഷേ കാലിന് സുഖമില്ലാത്ത അസുഖം പോലെയുള്ള കാരണമുള്ളവർക്ക് അതുകൊണ്ട് തെറ്റില്ല. ഇല്ലാതെയാവുമ്പോൾ ഒരു ബഹുമാനക്കുറവും അനാദരവും വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഖിബില കൊള്ള കാല് നീട്ടിയിരിക്കുന്ന ആ ഇരുത്തം ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം അതിൽ ഒരു ബഹുമാനക്കുറവ്, ഖിബിലയോടുള്ള ഒരു ആദരവ് കുറവ് വരുന്നു എന്നൊരു തോന്നൽ ഉള്ളത് കൊണ്ട് അത് ഉപേക്ഷിക്കുന്നത് നല്ലതാവുന്നു. അതേസമയത്ത് ഉറങ്ങാൻ കിടക്കുമ്പോൾ അങ്ങനെയല്ല,
മഹാന്മാരായ അയിമത്ത് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് 3 രീതിയിൽ കിടക്കാൻ സുന്നത്തായി കൽപ്പിച്ച കൂട്ടത്തിൽപ്പെട്ട 3ാമത്തെ രീതി ആയതുകൊണ്ട് അവിടെ അദബ് കേടോ അല്ലെങ്കിൽ ബഹുമാനക്കുറവോ വരുന്നില്ല. അസ്സലാമു അലൈക്കും. ഉസ്താദ്, നേരത്തെ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ഉസ്താദ് പറഞ്ഞ മറുപടി വ്യക്തമായിരുന്നു, മനസ്സിലായി. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നു. ഉസ്താദ്, ഇത്തരം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഞാൻ കുറച്ച് നമ്മുടെ ഉസ്താദന്മാരൊക്കെ പ്രഭാഷണങ്ങളും മറ്റുമൊക്കെ അല്പം അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാൻ എടുത്തിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ മറ്റും ഇട്ടിട്ടുണ്ട്. അത് ഒരുപാട് ആൾക്കാർ കാണുകയും ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു കാര്യം അത് ഇനി അത് ഡിലീറ്റ് ചെയ്യണോ, അതിൽ നിന്ന് ഒഴിവാക്കണോ? ഇനി എന്റെ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ ഉള്ള അത്തരം സോഫ്റ്റ്വെയർ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കും. അപ്പൊ ഞാൻ ഇതിന് മുമ്പ് ചെയ്ത അത്തരം സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്ത വർക്കുകൾ നെറ്റിലൊക്കെ ചെയ്തത് അത് ഡിലീറ്റ് ചെയ്യണോ, എന്താണ് അങ്ങനെ അതിന്റെ ഒരു പ്രായശ്ചിത്തമായിട്ട് ചെയ്യേണ്ടത്? പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഓണറെ കണ്ടിട്ട് ഇപ്പം ഇതിന്റെ ഒരു പ്രായശ്ചിത്തം ഒരു പൊരുത്തപ്പെടിക്കുക എന്നുള്ളൊരു ഇത് വരത്തില്ലല്ലോ. മാത്രമല്ല, ഈ സോഫ്റ്റ്വെയർ ഒക്കെ വാങ്ങിക്കാനാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുണ്ട്. അപ്പൊ അതിന്റെ കാശ് കൊടുക്കാൻ എനിക്ക് വഴിയില്ല. അപ്പം അതിന്റെ ഒരു പ്രായശ്ചിത്തം എന്നുള്ള രീതിയിൽ എന്താണ് ചെയ്യേണ്ടത്? അതോട് അനുബന്ധിച്ച് ഒരു ചോദ്യം കൂടെ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ, ഞാൻ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന ആളാണ്. ചില സമയത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ട്രെയിന് പെട്ടെന്ന് എടുക്കുന്നത് കൊണ്ട് കാശ് കൊടുക്കാതെ തന്നെ നീണ്ട ക്യൂ ഉണ്ടാകും. ട്രെയിന് വിട്ടുപോയി കഴിഞ്ഞാൽ നീണ്ട യാത്രയായിരിക്കും. പെട്ടെന്ന് തന്നെ കയറും, ക്യാഷ് ടിക്കറ്റ് എടുക്കാതെ പിന്നീട് ടിക്കറ്റ് എടുക്കാന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരു തവണ കയറിയിട്ട് ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. പിന്നീട് യാത്ര ചെയ്യുന്ന സമയത്ത് 2 ടിക്കറ്റ് കൂടുതൽ എക്സ്ട്രാ എടുക്കാറൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ബോംബെയിൽ പോയ സമയത്ത് എനിക്കിങ്ങനെ ഒരു സാഹചര്യത്തിൽ ടിക്കറ്റ് എടുക്കാതെ കയറേണ്ടി വന്നു. പിന്നീട് അത് ടിക്കറ്റ് എടുക്കേണ്ട അവസ്ഥ ഇല്ലാതെ ഞാനിപ്പം ഗൾഫിലെത്തി. അപ്പം അത് എങ്ങനെയാണ് ആ കാശ് തിരിച്ചെടുക്കേണ്ടത്? വീണ്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ ആയിരിക്കുമല്ലോ. അപ്പൊ അത് എവിടെയാണ് തിരിച്ചു കൊടുക്കേണ്ടത്? അതിന് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്? വ്യക്തമാക്കി തന്നാലും. അസ്സലാമു അലൈക്കും. സമയം 6 മണി കഴിഞ്ഞു. കുറച്ചു പേർ തിരക്കുള്ളത് കൊണ്ട് സോഫ്റ്റ്വെയറുകളും മറ്റ് ഓരോന്നിനെ സംബന്ധിച്ച് വിശദമായി പഠിച്ച് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള ഇൽമ എന്റെ കയ്യിൽ ഇപ്പൊ ഇല്ല. കൂടുതൽ അറിയുന്ന കോട്ടി ഉസ്താദിനോടോ പോലത്തെ ആരോടെങ്കിലും ചോദിച്ച് പഠിക്കുക. ഇപ്പോൾ സമയം നമ്മളെ പരിധി വിട്ട് 5 മിനിറ്റ് അപ്പുറം എത്തിയത് കൊണ്ടും ബാങ്ക് കൊടുക്കാൻ അധികം സമയമില്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് അറിയാതെ വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അറിഞ്ഞു ചെയ്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നിന്ന് മാപ്പാക്കുകയും നല്ലതിലേക്ക് തിരിച്ചു വരാനും തെറ്റുകൾ ഉപേക്ഷിക്കാനുമുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു നിന്ന് നീ മഗ്ഫിറത്തും റഹമത്തും ചെയ്യുന്ന സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റഹ്മാനായ തമ്പുരാനെ, നല്ലത് ചെയ്യാനും നല്ലത് പറയാനും നല്ലവരോടൊപ്പം ഒരുമിച്ച് കൂടാനും ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നീ സൗഭാഗ്യം തരണേ അല്ലാഹ്. എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ ദൂരീകരിച്ച് റാഹത്തും സലാമത്തും പ്രദാനം നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്നിട്ട് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട ഉമ്മവാപ്പമാര്, ഉപ്പാപ്പമാര്, ഉമ്മാമമാര്, അമ്മായിമ്മമാര്, അമ്മോഷന്മാര്, കൂട്ടുകുടുംബങ്ങൾ, ഉസ്താദന്മാര്, മശായിഖന്മാര്, ബന്ധുജനങ്ങള്, സ്നേഹജനങ്ങള്, സഹപ്രവർത്തകന്മാർക്കൊക്കെ നീ പുറത്തു കൊടുത്ത് അവരുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. അർഹമുർ-റഹീമായ രാജസയ്യിദായ തമ്പുരാനെ, ആഫിയത്തുള്ള ദീർഘായുസ് തന്ന് ത്വാഅത്തിലായി ഞങ്ങൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. നിനക്ക് ത്വാഅത്ത് ചെയ്യാനുള്ള ഇൽമും ഹിക്മത്തും ആഫിയത്തും തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ മാർഗത്തിൽ സേവനം ചെയ്യാനുള്ള അറിവും തൗഫീഖും ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. റബ്ബേ, മക്കളില്ലാത്തവർക്ക് നീ സ്വാലിഹായ സന്താനങ്ങളെ നൽകണേ റഹ്മാനെ. ഗർഭിണികളായ സ്ത്രീകൾക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാഹ്. പടച്ചവനെ, മക്കളെ നീ സ്വാലിഹീങ്ങളിലും സുന്നത്ത് ജമാഅത്തിന്റെ മാർഗത്തിൽ അടിയുറച്ചു ജീവിക്കുന്നവരിലും ഉൾപ്പെടുത്തണേ അല്ലാഹ്. അവരുടെ പഠനത്തിലും പരീക്ഷയിലും ജോലിയിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ നീ ഖൈറും ബറക്കത്തും ആഫിയത്തും ഏറ്റിക്കൊടുക്കണേ റഹ്മാനെ. കച്ചവടക്കാരുടെ കച്ചവടത്തിലും തൊഴിലാളികളുടെ തൊഴിലിലും നീ ഖൈറും ബറക്കത്തും റാഹത്തും നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് അനുയോജ്യമായ ഖൈറും ബറക്കത്തുമുള്ള ജോലി നൽകണേ റഹ്മാനെ. കച്ചവടക്കാരുടെ കച്ചവടത്തിലും തൊഴിലാളികളുടെ തൊഴിലിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അർഹമുർ-റഹീമായ റബ്ബേ, പലതരത്തിലുള്ള ഭീകരമായ രോഗങ്ങൾ ബാധിച്ചവരും
ഒരുപാട് ആളുകൾ ആക്സിഡന്റ് പറ്റി ആശുപത്രിയിൽ കിടക്കുന്നവരുണ്ട്. അവർക്കൊക്കെ നീ പൂർണ്ണമായ ശിഫയും ആഫിയത്തും എളുപ്പമാക്കണേ അല്ലാഹ്. മാറാവ്യാധി രോഗങ്ങൾ തന്നുകൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ. ഞങ്ങളുടെയും ഞങ്ങളുടെ ബന്ധപ്പെട്ടവരുടെയും ദുആവസിയത്ത് ചെയ്തവരുടെയും എല്ലാ ഹലാലായ ഖൈറായ മുറാദുകളും നീ ഹാസിലാക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് ജീവിക്കാനും കുടുംബം പോറ്റാനും ഹലാലായ മാർഗത്തിലുള്ള ഐശ്വര്യം തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് ജീവിക്കാൻ, ഞങ്ങളെ കുടുംബം പോറ്റാൻ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി യാചിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കല്ലേ റഹ്മാനെ. പെട്ടെന്നുള്ള മരണം കൊണ്ട് ഞങ്ങളെ നീ പിടികൂടല്ലേ അല്ലാഹ്. അർഹമർ റഹീമായ റബ്ബേ, ഇസ്സത്തോടുകൂടി മരണം വരെ ജീവിക്കാനുള്ള ആഫിയത്തും ഹൈറായ മാർഗത്തിൽ ഹലാലായ വഴിയിലുള്ള ഐശ്വര്യവും തന്നെ അനുഗ്രഹിക്കണേ റഹ്മാനെ. അവസാനം മരണം ഹൈറാവുന്ന സമയത്ത്, നല്ല സ്ഥലത്ത്, നല്ല സമയത്ത്, നല്ല ആളുകളുടെ സാന്നിധ്യത്തിൽ നല്ല സ്വാലിഹായ അമലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഓർമ്മയോടുകൂടി ഹക്കടപാടുകൾ വീട്ടി വസിയത്ത് പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയിൽ ഹുസ്നുൽ ഖാതിമത്തിന്റെ മൗത്ത് തരണേ റഹ്മാനെ. ഞങ്ങളുടെ ഖബറിടം നീ സ്വർഗ്ഗത്തോപ്പാക്കി തരണേ അല്ലാഹ്. ചുട്ടുകൊള്ളുന്ന മഹ്ശറയിൽ നിന്റെ അർശിന്റെ തണലേഖപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നിന്റെ കാരുണ്യം കൊണ്ട് നിന്റെ ഹബീബിന്റെ ചാരത്തണയാനും ആ ഷറഫാക്കപ്പെട്ട തുർക്കയിൽ നിന്ന് ഹൗൽ കൗസർ വാങ്ങിക്കുടിക്കാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ റഹ്മാനെ. പടച്ചോനെ, നിന്റെ ഹബീബിന്റെ ഷഫാഅത്ത് കൊണ്ട് വിജയികളാവുന്ന